ഗുഡ് ഡേ ഡിയർ ആസ്പിറൻസ്. എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം LGSന്റെ എക്സാം ഉടൻ വരികയാണ് അല്ലേ. അപ്പൊ എല്ലാവരും LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്തിരിക്കുമായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എയിം ചെയ്യുന്നത് ഫിസിക്സിന് വരാൻ സാധ്യതയുള്ള കുറച്ച് സെക്ഷന്റെ ഒരു മാരത്തൺ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിന്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മാരത്തൺ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് എയിം ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്സ് LGS എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു നല്ല മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് താപപ്രേക്ഷണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപപ്രേക്ഷണം. അപ്പൊ നിങ്ങൾക്കറിയാം താപം എപ്പോഴും താപനില കൂടിയെടുത്തു നിന്നും കുറഞ്ഞിടത്തേക്കാണ് അല്ലെ താപം ഒഴുകുന്നത്. നമുക്ക് കാണാൻ പറ്റും താപനില എവിടെയെങ്കിലും കൂടുതലാണെങ്കിൽ ആ താപനില കൂടിയെടുത്തു നിന്നും താപനില കുറഞ്ഞ ഇടത്തേക്കാണ് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. താപനില കൂടിയെടുത്തു നിന്നും താപനില കുറഞ്ഞ ഇടത്തേക്ക്, ഇങ്ങനെയാണ് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപപ്രേക്ഷണം. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് താപപ്രേക്ഷണം. താപപ്രേക്ഷണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താപപ്രേക്ഷണം പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. ഒന്നാമത്തെ രീതി ചാലനം. ഓക്കെ, ചാലനം. ഓക്കെ, ചാലനമാണ് ആദ്യത്തെ മെത്തേഡായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ സംവഹനം. രണ്ടാമത്തെ രീതി സംവഹനം. മൂന്നാമത്തെ രീതിയാണ് വികിരണം. ഇനി ഓരോ രീതിയുടെ പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം എല്ലാ പരീക്ഷയ്ക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസേ വരും. അതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നോക്കാം. ചാലനം എന്ന് പറയുന്ന രീതി നമ്മുടെ ഖരപദാർത്ഥങ്ങളിൽ താപപ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഏതെങ്കിലും ഒരു ഖരവസ്തു എടുക്കുമ്പോൾ ആ ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. അപ്പൊ ഖരപദാർത്ഥമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ലോഹത്തിന്റെ കഷ്ണം എടുക്കുന്നു, അവിടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി അത് ചാലനമാണ്. ഏത് ഖരപദാർത്ഥ വസ്തുക്കളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനമാണ്. ഓക്കെ, അപ്പൊ ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതി ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ചാലനം. നമ്മുടെ ക്വസ്റ്റ്യനും അത് തന്നെയല്ലായിരുന്നോ? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന ഏത് പ്രക്രിയ വഴിയാണ്? അത് ചാലനം വഴിയാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, സംവഹനം. സംവഹനം എന്ന് പറയുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ദ്രാവകം എടുത്തു അല്ലെങ്കിൽ ഒരു വാതകം എടുത്തു, ഇവിടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഏതെങ്കിലും ഒരു ദ്രാവകം എടുത്തോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാതകം എടുക്കട്ടെ, ഇവിടെ താപപ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം. ഓക്കെ ആണോ? അപ്പൊ ഈ സംവഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ദ്രാവകം, വാതകം ഇവരെ നമ്മൾ ഒരുമിച്ച് ചേർത്തൊരു പേര് പറയുമല്ലോ. എന്തായിരുന്നു ഇവരെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ പറയുന്ന പേര്? ദ്രവം എന്നാണ് കേട്ടോ. അപ്പൊ ദ്രവങ്ങളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സംവഹനം. അല്ലെങ്കിൽ പറയും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും കാണപ്പെടുന്ന താപപ്രേക്ഷണ രീതി ഏത്? സംവഹനം. ഓക്കെ, അടുത്ത നോക്കിയേ, വികിരണം. വികിരണത്തിന്റെ പ്രത്യേകത മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേക്ഷണ രീതി ഏത്? അതായത് താപം പ്രേക്ഷണം ചെയ്യുമ്പോൾ മാധ്യമം വേണ്ടാത്ത താപപ്രേക്ഷണ രീതിയാണ് വികിരണം. അതായത് വികിരണത്തിലൂടെ താപം പ്രേക്ഷണം ചെയ്യണമെങ്കിൽ അവിടെ ഒരു മാധ്യമം വേണ്ട.
ഓക്കെ, മാധ്യമം ആവശ്യമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഓക്കെ, ഇനി വികിരണത്തിന്റെ എക്സാമ്പിൾ എപ്പോഴും ഓർക്കുക. വികിരണം വഴിയാണ് നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്. കാരണം നിങ്ങൾക്കറിയാം സൂര്യപ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ശൂന്യതയിൽ എന്തില്ല? ശൂന്യതയിൽ അവിടെ വായുവില്ല. അപ്പൊ ശൂന്യതയിലൂടെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ കാരണം അവിടെ വികിരണമാണ്. കാരണം ശൂന്യതയിൽ ഒരു മാധ്യമവും ഇല്ല. അപ്പൊ അവിടെ താപത്തെ കടത്തിവിടുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വികിരണമാണ്. ഓക്കെ, സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് മുട്ട വിരിയിക്കില്ലേ, അതും എന്തൊരു ഉദാഹരണമാണ്? വികിരണത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയും ഫാക്ട്സ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സോട് കൂടി പഠിക്കുക, എങ്കിലേ അടുത്ത എക്സാമിന് നമുക്ക് യൂസ്ഫുൾ ആകും. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം, ഒരു ക്വസ്റ്റ്യൻ ആൻസർ അത് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല കേട്ടോ. ഇങ്ങനെ റിലേറ്റഡും കൂടെ ചേർത്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എന്ത്? ഇത് പ്രകാശത്തിന്റെ വേഗത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശത്തിന്റെ വേഗത. അപ്പൊ നമ്മൾ നോക്കിയേ, പ്രകാശത്തിന് ഓരോ മാധ്യമത്തിലെയും വേഗത വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഓരോ മാധ്യമം എടുക്കുമ്പോഴും പ്രകാശത്തിന്റെ വേഗത വ്യത്യാസമാണ്. അപ്പൊ അതാ നോക്കിയേ, വായു അല്ലെങ്കിൽ ശൂന്യത. വായു അല്ലെങ്കിൽ ശൂന്യത എടുത്തു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് പ്രകാശം വായുവിലൂടെ സഞ്ചരിക്കുന്ന വേഗത അല്ലെങ്കിൽ ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗത 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വായു അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത 3×10⁸. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, ജലത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ് ജലത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗ്ലാസ്സിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 2×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2×10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ഗ്ലാസ്സിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഒരാളും കൂടെ നമ്മൾ പഠിക്കണം, ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. ഡയമണ്ട് അല്ലെങ്കിൽ വജ്രത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ് 1.25 × 10⁸. ഓക്കെ, 1.25 × 10⁸. അപ്പൊ ഈ ഓരോ മാധ്യമത്തിലും പ്രകാശം സഞ്ചരിക്കുന്ന വേഗത ഒന്ന് മനസ്സിലാക്കുക. അതായത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂസ് ആണ് ഇത് കേട്ടോ. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. പ്രകാശത്തിന് ഓരോ മാധ്യമത്തിലും വേഗത വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നമ്മൾ വായു അല്ലെങ്കിൽ ശൂന്യതയിൽ, വായുവിൽ ഏത് ഭാഗത്ത് നോക്കിയാലും അല്ലെങ്കിൽ ശൂന്യതയിൽ ഏത് ഭാഗത്ത് നോക്കിയാലും പ്രകാശത്തിന്റെ വേഗത 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ജലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വേഗത എന്ന് പറയുന്നത് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഗ്ലാസ്സിൽ പ്രകാശത്തിന്റെ വേഗത 2×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമണ്ടിൽ 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വായുവിലൂടെയാണ്. ഇതിന്റെ ഓപ്ഷൻസ് വന്നപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ രണ്ടും വരാം, 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേ ബി ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിൻ്റെ തന്മാത്രകളുടെ ശരാശരി എന്ത് ഊർജത്തിന്റെ അളവാണ്? അതായത് നമ്മൾ താപനില, നമ്മൾ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയാറുണ്ട് അല്ലെ. ഒരു വസ്തുവിനകത്ത് എത്രമാത്രം താപനില എന്ന് പറയുന്നത്
ഒരു വസ്തുവില് എത്രമാത്രം തണുപ്പുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ചൂടുണ്ട് എന്നതിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയും. അതായത് ഒരു വസ്തുവിന് എത്ര തണുപ്പുണ്ട്, എത്ര ചൂടുണ്ട് എന്നതിന്റെ അളവാണ് താപനില എന്ന് പറയുന്നത്. എത്ര ചൂട്, എത്ര തണുപ്പ്. എന്നതിന്റെ അളവാണ് താപനില. ഒരു വസ്തുവില് എത്രമാത്രം ചൂടുണ്ട്, എത്രമാത്രം തണുപ്പുണ്ട് എന്നതിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് താപനില. അപ്പൊ നമ്മൾ താപനിലയ്ക്ക് കൊടുക്കുന്ന മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിലെ തന്മാത്രകൾ, അതായത് നമ്മളിപ്പോ ഒരു വസ്തു എടുക്കുമല്ലോ, അവിടുത്തെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തെയാണ് നമ്മൾ താപനില എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊരു വസ്തു എടുക്കാം, ഞാനിപ്പോ ഒരു ബോക്സ് ആണ് എടുക്കുന്നത്. ഈ ബോക്സിനകത്ത് കുറെ തന്മാത്രകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോ തന്മാത്രകളുടെയും ഗതികോർജം എടുക്കുന്നു. എന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും ഗതികോർജം കൂട്ടിയിട്ട് ഇതിന്റെ ശരാശരി എടുക്കുന്നു. ഇപ്പൊ ഇവിടെ 5 തന്മാത്രകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 1 2 3 1 2 3 4 5 തന്മാത്രകൾ എടുത്തു. ഓരോ തന്മാത്രകളുടെയും ഗതികോർജം ഞാൻ കൂട്ടി, കൈനറ്റിക് എനർജി കൂട്ടി. ഓക്കെ, എന്നിട്ട് ഇതിന്റെ നമ്പർ കൊണ്ട് ഹരിക്കുന്നു. 5 പേരല്ലേ, 5 പേരുടെ ഗതികോർജം നമ്മൾ കൂട്ടിയിട്ട് ആ 5 പേരുടെ ഗതികോർജത്തെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അവരുടെ ശരാശരി കിട്ടും. ശരാശരി നമ്മൾ പൊതുവെ എങ്ങനെയാ കാണുന്നത്? തുക ബൈ സംഖ്യ, അങ്ങനെയാണല്ലേ. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും ഗതികോർജങ്ങൾ നമ്മൾ കൂട്ടി 5 പേരുടെ ഗതികോർജം കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ശരാശരി ഗതികോർജം കിട്ടും. സോ ഒരു വസ്തുവിന്റെ താപനില എന്ന് പറയുന്നത് അതിന്റെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ്. ശരാശരി ഗതികോർജം. ഓക്കെ, ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് നമ്മൾ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഗതികോർജത്തിന്റെ അളവ്, ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് താപനില എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെ ആണല്ലോ. ഇനി നമ്മൾ താപനില അളക്കുന്ന യൂണിറ്റുകൾ നിങ്ങൾ പറഞ്ഞേ. താപനില അളക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള യൂണിറ്റുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അത് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ 3 യൂണിറ്റുകളാണ് പൊതുവെ നമ്മൾ താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യാറുണ്ട്, കെൽവിൻ യൂസ് ചെയ്യാറുണ്ട്, ഫാരൻഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ SI യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കെൽവിൻ ആണ്. SI യൂണിറ്റ് കെൽവിൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ, ഒരു വസ്തുവിന്റെ ഗതികോർജത്തിന്റെ ശരാശരിയെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് എത്രമാത്രം ചൂടുണ്ട്, എത്രമാത്രം തണുപ്പുണ്ട് എന്നതിന്റെ അളവാണ് താപനില. ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. എന്നാൽ SI യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി എന്തൂർജമാ? നമ്മളിപ്പോ കണ്ടു ഗതികോർജമാണ് അല്ലെ. ഗതികോർജത്തിന്റെ ശരാശരിയെ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? താപനില എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്നാൽ താപം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മൊത്തം ഗതികോർജത്തെയാണ് നമ്മൾ താപമായി പറയുന്നത് കേട്ടോ. ആകെ ഗതികോർജം ആണ് താപം, എന്നാൽ ശരാശരി ഗതികോർജമാണ് താപനില. ഓർത്തു വെക്കണേ, ആകെ ഗതികോർജം എന്ന് പറയുന്നത് താപമാണ്. ഓക്കെ, ആകെ ഗതികോർജം എന്ന് പറയുന്നത് താപമാണ്. ആകെ ഗതികോർജം താപമാണ്. ശരാശരി ഗതികോർജം എന്ന് പറയുന്നത് എന്താണ്? താപനിലയാണ്. ആ പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ എന്താണ് ദോലന ചലനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദോലന ചലനം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ള ഒരു ചലനമാണ് ദോലനം. ദോലനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വസ്തു, നമ്മളിപ്പോ എപ്പോഴും ദോലനത്തിന് ഉദാഹരണം പറയുന്നത് നമ്മുടെ സിമ്പിൾ പെൻഡുലമാണ്. ഓക്കെ, നമ്മൾ ലാബുകളിലൊക്കെ നിങ്ങൾ സയൻസ് ആണ് പഠിച്ചതെങ്കിൽ +1 +2 നിങ്ങൾ പരീക്ഷണം ചെയ്യുന്നതാണ് പെൻഡുലം. അതായത് ഒരു സ്റ്റാൻഡില് നമ്മളിതാ ഇങ്ങനെ ഒരു നൂലിനകത്ത് ഒരു ചെറിയ ഒരു ബോള്, അതിനെ നമ്മൾ ബോബ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, ഒരു ചെറിയ ഒരു ഗോളം നമ്മളിങ്ങനെ കെട്ടി തൂക്കിയിടും. അതിനുശേഷം നമ്മൾ ഈ ഗോളത്തിൽ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഗോളം മുന്നോട്ട് പോകും, പിന്നെയും ഈ സ്ഥാനത്ത് വരും, പിറകോട്ട് പോകും, പിന്നെ ഈ സ്ഥാനത്ത് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചലനം ആണ് ദോലനം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു മുന്നോട്ടും പിറകോട്ടും പോകുന്നു. ഓക്കെ, ഒരു വസ്തു ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്നും മുന്നോട്ടും പിറകോട്ടുമാണ് അല്ലെ വസ്തു സഞ്ചരിക്കുന്നത്. ഈ പോയിന്റിൽ നിന്നും മുന്നോട്ട്, ഈ പോയിന്റിൽ നിന്നും പിറകോട്ട്. അപ്പൊ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. ഈ ഒരു പോയിന്റിന് ഒരു പേരുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. സന്തുലിത ബിന്ദു അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ്. സന്തുലിത ബിന്ദു അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിനെ അടിസ്ഥാനമാക്കി ഒരു വസ്തു മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. ഒരു സന്തുലിത ബിന്ദുവിനെ ബേസ് ചെയ്ത് ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിറകോട്ടുമുള്ള ചലനമാണ് ദോലനം. ഓക്കെ, അപ്പൊ ദോലനത്തിന്റെ ഉദാഹരണമായിട്ട് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരാള് നമ്മുടെ സിമ്പിൾ പെൻഡുലമാണ്. ഒന്ന് സിമ്പിൾ പെൻഡുലം, ഓക്കെ, ഒരാള് സിമ്പിൾ പെൻഡുലം ആണ്. പിന്നൊന്ന് നമ്മുടെ ഊഞ്ഞാലില്ലേ, നമ്മള് കുട്ടികളൊക്കെ ആടാനായിട്ട് ഉപയോഗിക്കുന്ന ഊഞ്ഞാല്, ഊഞ്ഞാലിന്റെ ചലനം. സിമ്പിൾ പെൻഡുലം, ഊഞ്ഞാലിന്റെ ചലനം. പിന്നെന്താ നമുക്ക് ദോലനത്തിന് ഉദാഹരണം? നമ്മുടെ പണ്ടത്തെ പെൻഡുലം ക്ലോക്ക് അറിയാവോ നിങ്ങൾക്ക്? ഒരു ക്ലോക്ക് കാണും. അപ്പൊ ആ ക്ലോക്കിനകത്ത് ഇങ്ങനെ ഒരു പെൻഡുലം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പെൻഡുലം മുന്നോട്ടും പിറകോട്ടും ഇങ്ങനെ പോകും. അതും ദോലനത്തിന് ഉദാഹരണമാണ് കേട്ടോ. പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം. പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനവും എന്തിനുദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. സിമ്പിൾ പെൻഡുലം, ഊഞ്ഞാലിന്റെ ചലനം, പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം. അതുപോലെ തന്നെ തൂക്കുവിളക്ക് നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും, പണ്ട് കാലങ്ങളിലും ഇപ്പോഴും പല വീടുകളിലും ഉപയോഗിക്കുന്നതാണ് തൂക്കുവിളക്ക്. അപ്പൊ തൂക്കുവിളക്കും ഇങ്ങനെ മുന്നോട്ടും പിറകോട്ടും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തൂക്കുവിളക്കിന്റെ ചലനവും എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ് കേട്ടോ. തൂക്കുവിളക്ക്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും വരുന്നോന്ന് നോക്കിയേ. ക്ലോക്കിലെ സൂചിയുടെ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലോക്കിലെ സൂചി എങ്ങനെയാ ചലിക്കുന്നത്? നമ്മളൊരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളൊരു ക്ലോക്ക് എടുക്കുന്നു, അതിനകത്ത് ഒരുപാട് സൂചിയുണ്ട് അല്ലെ. മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്, മണിക്കൂർ സൂചിയുണ്ട്. അപ്പൊ സൂചി എങ്ങനെയാ ചലിക്കുന്നത്? ഇതാണ് സൂചിയെങ്കിൽ അത് ഇങ്ങനൊരു എന്ത് പാതയിലാ ചലിക്കുന്നത്? ആദ്യം അതിന്റെ പോയിന്റ് ഇത്, പിന്നെ ഇത് ഇങ്ങനെ. ഇപ്പൊ ഇങ്ങനെ ഏത് പാതയിൽ സഞ്ചരിച്ചേ? ഒരു വൃത്തപാതയിലല്ലേ സഞ്ചരിച്ചേ? അതിനെ നമ്മൾ വർത്തുള ചലനം എന്നാണ് പറയുന്നത്. സർക്കുലർ മോഷൻ ആണ് കേട്ടോ ഇംഗ്ലീഷ്. അതായത് ഒരു ക്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂചി ഒരു വൃത്തപാതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേര് വർത്തുള ചലനം എന്നാണ് കേട്ടോ. വൃത്താകൃതിയിലുള്ള ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേര് വർത്തുള ചലനം. അപ്പൊ ക്ലോക്കിലെ സൂചിയുടെ ചലനം എന്തിനുദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണം. വർത്തുള ചലനം. ഓക്കെ, നോക്കേ, ഭൂമിയുടെ
പരിക്രമണം. അതായത് ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യാറുണ്ട് അല്ലെ? ഭൂമിയുടെ റെവല്യൂഷൻ. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പരിക്രമണ ചലനം എന്ന് തന്നെ പറയാൻ പറ്റും അല്ലെ? പരിക്രമണ ചലനം, പരിക്രമണം തന്നെ. ഓക്കെ, പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം സൂര്യന് ചുറ്റും ഭൂമി സ്വയം കറങ്ങും. നമ്മളിപ്പോ സൂര്യന് ചുറ്റും ഭൂമി പോകുന്ന സമയത്ത് അത് സ്വയം ഇങ്ങനെ അതിന്റെ ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കി കറങ്ങും. നമുക്കിപ്പോ സൂര്യൻ ഇവിടെ നിൽക്കുന്നു, അതിന് ചുറ്റും ഒരു ഓർബിറ്റിലാണ് നമ്മുടെ ഭൂമി ചലിക്കുന്നത് അല്ലെ? അപ്പൊ ഭൂമി ഇങ്ങനെ ചലിക്കുമ്പം അതിന്റെ സെന്ററിലൂടെ ഒരു ആക്സിസ് ഉണ്ട്. അതായത് നമുക്ക് തോന്നുന്നത് യഥാർത്ഥമല്ല, ഒരു സാങ്കല്പികമായിട്ടൊരു രേഖ നമ്മൾ പറയും, അതിനെയാണ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഭ്രമണം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റെ ഉള്ളിലൂടെയുള്ള ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചലിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കാം ഭ്രമണം. ഓക്കെ, എല്ലാ ഗ്രഹങ്ങൾക്കും ഭ്രമണമുണ്ട്. എല്ലാ ഗ്രഹങ്ങളുടെ ഉള്ളിൽ കൂടിയും ഇതുപോലെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്. ഇത് നമ്മൾ സാങ്കല്പികമായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ സാങ്കല്പികമായ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അത് എന്തിനു ഉദാഹരണമാണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. കാരണം എല്ലാ ഗ്രഹങ്ങൾക്കുള്ളിലും ഇതുപോലൊരു ആക്സിസ് ഉണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണത് വലം വെക്കുന്നത്. അത് ഭ്രമണത്തിന് ഉദാഹരണം. ഓക്കെ, ഇനി ഭ്രമണത്തോടൊപ്പം തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സൂര്യനെ ബലം വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ സൂര്യനെ അത് ബലം വെക്കുന്നു. വൃത്തപാതയില് സൂര്യനെ അത് ബലം വെക്കുന്നതിനെ നമ്മൾ വിളിക്കും റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം. ആ ഒരു മോഷനെ നമുക്ക് പരിക്രമണം എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത് പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, തറയിലൂടെ ഉരുളുന്ന പന്ത്. ഒരു പന്ത് ഉരുണ്ടു പോവുകയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ പന്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പന്തിന്റെ ഉള്ളിൽ ഇതുപോലൊരു ആക്സിസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ് ഈ വസ്തു ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. അത് ഏതിനെ പറയാൻ പറ്റും? ഭ്രമണം എന്ന് പറയാം, റൊട്ടേഷൻ എന്ന് പറയാം. അപ്പൊ തറയിലൂടെ ഉരുളുന്ന പന്തിന് ഭ്രമണമാണുള്ളത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വൺ നോക്കിയേ, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ക്ലോക്കിലെ പെൻഡുലം എന്തിന് ഉദാഹരണമാണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണമായി പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ചലന നിയമങ്ങൾ മുന്നോട്ട് വെച്ചത്? അപ്പൊ നമുക്കറിയാം ചലന നിയമങ്ങളെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വിളിക്കും? ലോസ് ഓഫ് മോഷൻ അല്ലെ? ചലന നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ആരാണ് ചലന നിയമങ്ങൾ കൊണ്ടുവന്നത്? ഐസക് ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ 3 ചലന നിയമങ്ങളാണുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും ഉണ്ട്, അതും നമ്മൾ നോക്കി വെക്കണം കേട്ടോ. ആദ്യത്തെ നിയമമാണ് ഒന്നാം ചലന നിയമം. അപ്പൊ ഒന്നാം ചലന നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു വസ്തു ഒന്നെങ്കിൽ അതൊരു നിശ്ചല അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ നേർരേഖയിൽ സമചലനത്തിലായിരിക്കും. ഒന്നെങ്കിൽ നിശ്ചലം അല്ലെങ്കിൽ നേർരേഖയിൽ സമചലനത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ ആ വസ്തു ഒന്നേ നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? വസ്തു ചലിക്കില്ല, എപ്പോഴും അത് ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കും, വസ്തുവിന് ചലനമൊന്നും തന്നെ ഇല്ല, അത് നിശ്ചലാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം നേർരേഖയിൽ സമചലനത്തിലായിരിക്കും, അതൊരു നേരെയുള്ള വഴിയിൽ സമചലനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സമചലനം എന്ന് പറഞ്ഞാൽ തുല്യ ദൂരം തുല്യ സമയം ട്രാവൽ ചെയ്തുകൊണ്ട് അത് നേർരേഖയിൽ പോകും. നമുക്കിപ്പോൾ ഒരു 10 മീറ്റർ എല്ലാം ഇപ്പോഴും 1 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എപ്പോഴും 10 മീറ്റർ 1 സെക്കൻഡ് കൊണ്ടല്ലേ അത് ട്രാവൽ ചെയ്യുന്നത്. ഇത്തരം ചലനമാണ് സമചലനം. ഓക്കെ,
ഓക്കെ, അപ്പൊ നേർരേഖാ സമചലനത്തിലോ അല്ലെങ്കിൽ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലോ ആയിരിക്കും. അപ്പൊ നമ്മൾ വസ്തുവിനെ നോക്കിയാൽ അത് രണ്ട് സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുന്നത്. ഒന്നെങ്കിൽ അത് റെസ്റ്റ്, ഒന്നെങ്കിൽ അത് നിശ്ചലം, അല്ലെങ്കിൽ അതൊരു നേർരേഖയിൽ ഒരു സ്ട്രേറ്റ് ലൈനിൽ അത് സമചലനമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് എപ്പോ വരെ ആണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു അസന്തുലിത ബാഹ്യബലം കൊടുക്കുന്നത് വരെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ അവസ്ഥകളിൽ തുടരുന്നത്. അതായത് ഈ അവസ്ഥയിൽ തുടരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അവസ്ഥ, അതായത് ഒന്നെങ്കിൽ അത് നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ നേർരേഖയിൽ സമചലനം. അപ്പൊ ഇത് മാറ്റണമെങ്കിൽ, ഇതിന്റെ അവസ്ഥ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസന്തുലിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൂട്ടി നോക്കുമ്പോൾ ഒരു ബലം കാണണം. അതായത് ഞാനിപ്പം ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ ഒരു ബലം കൊടുക്കുകയാണേ. ഞാൻ ഇവിടുന്ന് ഒരു 50 ന്യൂട്ടൺ കൊടുത്തു, ഇവിടുന്ന് ഒരു 40 ന്യൂട്ടൺ കൊടുത്തു. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക, വലത്തോട്ടാണെങ്കിൽ അത് പ്ലസ് കൊടുക്കണം. ഈ ആരോ നോക്കിയേ, വലതുവശത്തേക്കല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതിന് മുന്നിൽ ഒരു പ്ലസ് കൊടുക്കാം. ആരോ ഇടതുവശത്തേക്കാണ്, ഇവിടെ ഇടതുവശത്താണ്, അതിന് മുന്നിൽ നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പം -40, ഒരിടത്ത് +50, ഒരിടത്ത് -40. അപ്പൊ ഇവരൊന്ന് കൂട്ടി നോക്കിയേ, ഒരാള് +50, ഒരാള് -40. അപ്പൊ രണ്ട് സൈൻ അല്ലേ, രണ്ട് സൈൻ കൂട്ടാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, വലിയ സൈനിൽ നിന്ന് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. വലിയ നമ്പർ 50 അല്ലേ, 50 നിന്ന് 40 കുറച്ചാൽ 10. എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. വലിയ നമ്പർ 50, അതിന്റെ സൈൻ പ്ലസ്. അപ്പൊ 10 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ബലം. ഓക്കെ, അപ്പൊ നമ്മൾ ബലം മൊത്തം നോക്കുമ്പോൾ 0 കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ സന്തുലിത ബലം എന്ന് പറയും. ആകെയുള്ള ബലം കൂട്ടുമ്പോൾ 0 കിട്ടിയാൽ അത് സന്തുലിതമാണ്. 0 അല്ല കിട്ടുന്നതെങ്കിൽ അത് അസന്തുലിതമാണ്. അപ്പൊ ഇത് അസന്തുലിതമാണ്. മനസ്സിലായോ? അസന്തുലിതം എന്ന് പറഞ്ഞാൽ ബലങ്ങളുടെ തുക 0 വന്ന സന്തുലിതം, 0 വന്നില്ലെങ്കിൽ അസന്തുലിതം. ഓക്കെ, 0 ആണെങ്കിൽ അത് സന്തുലിതമാണ്, 0 അല്ലെങ്കിൽ അത് അസന്തുലിതമാണ്. ഓക്കെ, ഇനി ബാഹ്യബലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിന് പുറമേ നിന്ന് കൊടുക്കുന്ന ബലത്തെയാണ് ബാഹ്യബലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ നിശ്ചല അവസ്ഥ മാറണമെങ്കിൽ അല്ലെങ്കിൽ നേർരേഖയിലെ സമചലനം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം അവിടെ കൊടുക്കണം. അസന്തുലിത ബാഹ്യബലം കൊടുക്കുമ്പോൾ മാത്രമേ വസ്തുവിന്റെ ഒരു സ്റ്റേറ്റ് നമുക്ക് മാറ്റാനായിട്ട് പറ്റൂ. നിശ്ചലാവസ്ഥ മാറ്റണമെങ്കിലോ നേർരേഖാ സമചലനം മാറ്റണമെങ്കിലോ അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം കൊടുക്കണം. അതാണ് ഒന്നാമത്തെ ചലന നിയമം പറയുന്നത്. അപ്പൊ ഈ നിയമമാണ് ആദ്യമായിട്ട് ബലത്തെ പറ്റി പറയുന്നത്. ബലം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. എന്താണ് ബലം, അല്ലെ എങ്ങനെ ബലം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഒന്നാം ചലന നിയമമാണ്. ഓക്കെ, ഇനി രണ്ടാം ചലന നിയമം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ബലം എന്ന് പറയുന്നത്, ഒരു വസ്തുവിലെ ബലം എന്ന് പറയുന്നത് മൊമെന്റ വ്യത്യാസ നിരക്കിന് തുല്യം. അതായത് ഒരു വസ്തുവിലെ ബലം എന്ന് പറയുന്നത് അവിടുത്തെ മൊമെന്റം എത്രയാണോ ആ മൊമെന്റത്തിന്റെ വ്യത്യാസത്തിന്റെ നിരക്കിന് തുല്യമാണ്. മൊമെന്റത്തിന്റെ വ്യത്യാസത്തിന്റെ നിരക്കിന് തുല്യമാണ്. ഇതാണ് ബലം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചലന നിയമം. കേട്ടോ, രണ്ടാമത്തെ ചലന നിയമം ബലത്തിന് ഒരു ഇക്വേഷൻ കൊടുത്ത ചലന നിയമം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം രണ്ടാം ചലന നിയമമാണ്. കാരണം ബലത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടാ. ബലം എന്ന് പറയുന്നത് MA എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത് രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. ബലത്തെ പറ്റി പറഞ്ഞ ചലന നിയമം ചോദിച്ചാൽ ഒന്നാം ചലന നിയമം. ബലത്തെ പറ്റി നമുക്ക് വിശദീകരിച്ച ചലന നിയമം ഒന്നാം ചലന നിയമം. ഓക്കെ, ബലത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത് ഒന്നാം ചലന നിയമം. എന്നാൽ ബലത്തിനൊരു സമവാക്യം നൽകിയത് രണ്ടാം ചലന നിയമം. ഓക്കെ, രണ്ടാം ചലന നിയമം പറയുന്നത് ബലം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മൊമെന്റത്തിന്റെ വ്യത്യാസത്തെ നമ്മൾ സമയം കൊണ്ട് ഹരിക്കുന്നതാണ്. അതായത് F എന്ന് പറയുന്നത്
മൊമെന്റ് വ്യത്യാസത്തെ സമയം കൊണ്ട് ഹരിക്കുക. dp/dt. dp എന്ന് പറയുന്ന മൊമെന്റത്തിന്റെ വ്യത്യാസം അവിടുത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ബലം കിട്ടും. ഇതാണ് രണ്ടാം ചലന നിയമം. അപ്പൊ ബലത്തിന് ഒരു സമവാക്യം നൽകിയ ചലന നിയമം ഏതെന്ന് ചോദിച്ചാൽ രണ്ടാം ചലന നിയമമാണ്. ഇനി അടുത്തത് മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം പറയുന്ന ഇതാണ്: ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതമായിട്ടുള്ള പ്രതിപ്രവൃത്തി കാണും. അതായത് ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിന് തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി കാണും. ഓക്കെ, നമുക്കൊരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിപ്രവൃത്തി കാണും. ഇത് തുല്യമായിരിക്കും. അപ്പൊ നമ്മളൊരു 50 ന്യൂട്ടൺ അവിടെ പ്രവൃത്തി ചെയ്താൽ പ്രതിപ്രവൃത്തിയും 50 ന്യൂട്ടൺ. പക്ഷെ അത് വിപരീതമാണ്. ഓക്കെ, അതായത് ഞാനൊരു വസ്തുവിലേക്ക് ഇടത്തോട്ടാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ പ്രതിപ്രവൃത്തി വലത്തോട്ടായിരിക്കും. ഞാനൊരു വസ്തുവിലേക്ക് മുകളിലേക്ക് പ്രവൃത്തി ചെയ്താൽ പ്രതിപ്രവൃത്തി താഴേക്കായിരിക്കും. അതാണ് പറയുന്നത് പ്രവൃത്തിയും പ്രതിപ്രവൃത്തിയും തുല്യവും വിപരീതവുമാണ് എന്ന് പറയുന്ന ചലന നിയമമാണ് മൂന്നാം ചലന നിയമം. അപ്പൊ ഇത്രയൊക്കെ ആയോ? ഈ ചലന നിയമങ്ങൾ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ഒന്നാം ചലന നിയമം പറയുന്നത് വസ്തു ഒന്നെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് അല്ലെങ്കിൽ നേർരേഖാ സമചലനത്തിലാണ്. എപ്പോ വരെ? നമ്മൾ വസ്തുവിൽ ഒരു അസന്തുലിത ബാഹ്യബലം കൊടുക്കുന്നത് വരെ. ഇനി രണ്ടാം ചലന നിയമം പറയുന്നത് ബലം എന്ന് പറയുന്നത് മൊമെന്റ് വ്യത്യാസ നിരക്കിന് തുല്യമായിരിക്കും. ബലത്തിന്റെ ഇക്വേഷൻ ma ആണ്, അല്ലെ ബലം ഈക്വൽ dp/dt. മൂന്നാമത്തെ നിയമം പറയുന്നത് പ്രവൃത്തിക്ക് തുല്യമോ വിപരീതവുമായിരിക്കും പ്രതിപ്രവൃത്തി. ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഏറ്റവും കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? അപ്പൊ ദിനരാത്രങ്ങൾ, അപ്പൊ നമുക്കറിയാം ദിനരാത്രങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? ഭ്രമണമാണ്, അല്ലെ? നമുക്ക് ഡേ ആൻഡ് നൈറ്റിനുള്ള റീസൺ എന്ന് പറയുന്നത് ഭ്രമണമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഭ്രമണം കംപ്ലീറ്റ് ചെയ്യുന്ന ആള് ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മതി. അതായത് ദിനരാത്രങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഭ്രമണമാണ്. അപ്പൊ കുറഞ്ഞ ദിനരാത്രങ്ങൾ, അപ്പൊ ഏറ്റവും കുറഞ്ഞ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം എന്ന് പറയുമ്പോൾ അതിന് ഭ്രമണ സമയം കൂടുതലായിരിക്കും. കുറച്ച് ഭ്രമണ സമയം മതിയായിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് അത് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ കുറഞ്ഞ ഭ്രമണം ഉള്ളത് ഈ ഗ്രഹങ്ങളില് വ്യാഴത്തിനാണ് കേട്ടോ. വ്യാഴത്തിനാണ് ഭ്രമണ പീരീഡ് കുറവ്. അതായത് 9 മണിക്കൂർ 56 മിനിറ്റ് കൊണ്ട് വ്യാഴം നമ്മുടെ ഭൂമിയെ ഒരു വട്ടം വലം വെക്കും. ഓക്കെ, ഒരു വലം വെക്കാനായിട്ട് 9 മണിക്കൂർ 56 മിനിറ്റ് മതി. 9 മണിക്കൂർ 56 മിനിറ്റ് മതി ഒരു വട്ടം നമ്മുടെ വ്യാഴത്തിന് ഒന്ന് കറങ്ങി വരാനായിട്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിക്ക് ഒരു വട്ടം ഒരു ഭ്രമണത്തിന് എത്ര സമയം വേണം? 24 മണിക്കൂർ വേണം, അല്ലേ? അപ്പൊ 24 മണിക്കൂർ ഭൂമി ഒരു വട്ടം കറങ്ങി വരുമ്പോഴാണ് ഒരു ദിവസം, ഒരു ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ വ്യാഴത്തിന്റെ കേസിൽ 9 മണിക്കൂർ 56 മിനിറ്റ് കൊണ്ട് അത് ഒരു റൊട്ടേഷൻ, ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യും. സോ ദിനരാത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിന് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 9 മണിക്കൂർ 56 മിനിറ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗമായിട്ടാണ്? അപ്പൊ നമുക്കറിയാം ദൃശ്യപ്രകാശം, നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗമാണ്. നമ്മളൊരു ദൃശ്യപ്രകാശത്തെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇത്തരത്തിലായിരിക്കും ഇവര് സഞ്ചരിക്കുന്നത്. അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് ദൃശ്യപ്രകാശം. അനുപ്രസ്ഥ തരംഗമാണ്. ഓക്കെ, ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. അനുപ്രസ്ഥ തരംഗങ്ങൾ നോക്കിയേ, ഒരു ഉയർച്ചയുമുണ്ട് താഴ്ചയുമുണ്ട്, അല്ലെ? ഉയർച്ചയുമുണ്ട് താഴ്ചയുമുണ്ട്. ഇത്തരത്തില് ഉയർച്ചകളും താഴ്ചകളുമുള്ള
തരംഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗം. എന്താന്ന് വിളിക്കാം? അനുപ്രസ്ഥ തരംഗം എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ഒരു അനുപ്രസ്ഥ തരംഗങ്ങളിൽ ഉള്ള ഈ ഉയർച്ചകൾ, ഈ ഉയർച്ചകൾ കണ്ടോ, ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഉയർച്ചകളെ വിളിക്കും ക്രസ്റ്റ്, ഈ താഴ്ചകളെ വിളിക്കും ട്രഫ്. ഓക്കെ, ക്രസ്റ്റ് എന്നും വിളിക്കും, ഇതിനെ ട്രഫ് എന്നും വിളിക്കും. അതായത് ഇവിടെ ഉച്ചം എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ താഴ്ച. ഓക്കെ, സോ ഒരു അനുപ്രസ്ഥ തരംഗങ്ങളിൽ ക്രസ്റ്റുകളും ട്രഫുകളുമാണുള്ളത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഉയർന്ന ഭാഗമില്ലേ, അതിനെ നമ്മൾ ഉച്ചം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. താഴ്ന്ന ഭാഗങ്ങളെ നമ്മൾ ട്രഫ് അഥവാ താഴ്ചകൾ എന്ന് വിളിക്കും. സോ ക്രസ്റ്റും ട്രഫും ഉള്ള തരംഗങ്ങൾ എന്ന് പറയുന്നത് എന്ത് തരംഗങ്ങളാണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അനുപ്രസ്ഥ തരംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്രസ്റ്റും ഉണ്ട്, ട്രഫും ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു ഉച്ചവും ഒരു താഴ്ചയും, ഒരു ക്രസ്റ്റും ഒരു ഒരു ക്രസ്റ്റ്. ഓക്കെ, ഒരു ട്രഫ്. ഇത് ചേരുന്നതാണ് ഒരു തരംഗം. ഒരു അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചവും കാണും, ഒരു താഴ്ചയും കാണും. അപ്പൊ ഈ ഒരു തരംഗം എടുത്ത ഒരു ദൂരമില്ലേ, ഈ തരംഗം സഞ്ചരിച്ച ദൂരം, ഇതിനെയാണ് നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. തരംഗം സഞ്ചരിച്ചത് ഈ ദൂരത്തെ, ഇതിനെയാണ് തരംഗത്തിന്റെ നീളത്തെയാണ് നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യം, തരംഗത്തിന്റെ നീളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് തരംഗ ദൈർഘ്യം. ഈ തരംഗത്തിന്റെ നീളമാണ് തരംഗ ദൈർഘ്യം. ഓക്കെ ആണല്ലോ? ഓക്കെ, മുകളിലത്തെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ക്രസ്റ്റ് അല്ലെങ്കിൽ ഉച്ചം. താഴത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കും ട്രഫ് അല്ലെങ്കിൽ താഴ്ച. ഓക്കെ, അപ്പൊ ഒരു ക്രസ്റ്റും ട്രഫും കൂടി ചേരുന്നതാണ് ഒരു തരംഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, അനുപ്രസ്ഥ തരംഗത്തിന്റെ കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അനുദൈർഘ്യ തരംഗം എന്ന് നോക്കാം. അനുദൈർഘ്യ തരംഗത്തിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ശബ്ദ തരംഗമാണ്. അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിൾ ആണ് ശബ്ദം. നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പറയുന്ന ശബ്ദ തരംഗമില്ലേ, ഇത് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ്. നമ്മളൊരു അനുദൈർഘ്യ തരംഗം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, കുറെ ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ചല്ലേ നിൽക്കുന്നേ. ഇവിടെ മർദ്ദം കൂടിയ റീജിയൻ ആണ് കേട്ടോ, ഹൈ പ്രഷർ റീജിയൻ ആണ്. ഉച്ചമർദ്ദം, ഇവിടെ മർദ്ദം കുറഞ്ഞ റീജിയൻ. ഓക്കെ, പ്രഷർ കൂടിയ റീജിയൻ ഉണ്ട്, പ്രഷർ കുറഞ്ഞ റീജിയൻ ഉണ്ട്. പ്രഷർ കൂടിയ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് റെയർഫാക്ഷൻ. സോ ഒരു അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് കംപ്രഷനുകളുമുണ്ട്, റെയർഫാക്ഷനുകളും ഉണ്ട്. ഓക്കെ, ഉച്ചമർദ്ദ മേഖലയും ഉണ്ട്, ന്യൂനമർദ്ദ മേഖലയും ഉണ്ട്. ഇവർ തമ്മിൽ ചേരുന്നതാണ്. ഒരു ഉച്ചമർദ്ദ മേഖലയും ഒരു ന്യൂനമർദ്ദ മേഖലയും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു തരംഗം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇത്രയും വരും. ഇതാണ് ഒരു അനുദൈർഘ്യ തരംഗം. അപ്പൊ ഇതിന്റെ ഈ നീളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ തരംഗത്തിന്റെ നീളമാണ് തരംഗ ദൈർഘ്യം. മനസ്സിലായോ? അപ്പോ എപ്പോഴും ഓർത്തു വെക്കുക, ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. എന്നാൽ ശബ്ദ തരംഗം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ്. രണ്ട് തരത്തിലുള്ള തരംഗങ്ങളാണുള്ളത്, അനുപ്രസ്ഥവും അനുദൈർഘ്യവും. ഓക്കെ, അനുപ്രസ്ഥ തരംഗത്തിന്റെ കേസിൽ ഓരോ കണികകളും ആ ഒരു തരംഗം സഞ്ചരിക്കുന്നതിന്റെ ലംബമായിട്ടായിരിക്കും ചലിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു കമ്പിക്കകത്തേക്ക് ഒരു കയറ് കെട്ടിയിടുന്നു. ഓക്കെ, എന്നിട്ട് ഈ കയറിന്റെ ഈ ഒരു എൻഡിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ടും താഴോട്ടും വലിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഓരോ പോയിന്റ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ആ ഒരു കണിക എന്ന് പറയുന്നത് ഇങ്ങനെ ലംബമായിട്ടാണ് ചലിക്കുന്നത്. ഓരോ പോയിന്റിലും കണികകള് ലംബമായിട്ടായിരിക്കും ചലിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ തരംഗത്തിലെ ഓരോ കണികകളും ലംബമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാൽ അനുദൈർഘ്യ തരംഗം, നമ്മൾ ശബ്ദ തരംഗമൊക്കെ അനുദൈർഘ്യമല്ലേ, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കണികകളും അവിടെ ലംബമല്ല, മറിച്ച് സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്, പാരലായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. നമ്മൾ ഓരോ കണികയും നോക്കിയാൽ എന്താ ഇങ്ങനെ ലംബമായിട്ട് സമാന്തരമായിട്ടായിരിക്കും, പാരലായിട്ടായിരിക്കും അവര് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ പറയാം, ഇങ്ങനെ ആയിരിക്കും അവര് സഞ്ചരിക്കുന്നത് കേട്ടോ. ഓരോ കണികയും സമാന്തരമായിട്ട് പാരലായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. നമുക്കിവിടെ കംപ്രഷന്റെ വെച്ചിട്ട് മാത്രമേ അത് കാണിക്കാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ കേസിൽ, ശബ്ദം പോലെയുള്ള അനുദൈർഘ്യ തരംഗങ്ങളിൽ ഓരോ കണികയും സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്, പാരലായിട്ടാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ കേസിലാണെങ്കിൽ ഓരോ കണികയും ലംബമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. അദിശ അളവ് അല്ലാത്തത് ഏത്? എപ്പോഴും ചോദിക്കുന്നതാണ്. അദിശ അളവ്, സദിശ അളവ് എന്നുള്ള രീതിയിൽ എല്ലായ്പ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ്. അദിശ അളവ് അല്ലാത്തത് ഏത്? അളവുകളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്. ഒന്ന് സദിശ അളവെന്നും ഒന്ന് അദിശ അളവെന്നും. അപ്പൊ അളവിനെ പ്രധാനമായും രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്: സദിശ അളവ്, അദിശ അളവ്. സദിശ അളവിന്റെ പ്രത്യേകത അതിന് ദിശയില്ല, ദിശയുണ്ട്. അദിശ അളവ് പേര് തന്നെ ആ ദിശ ഇല്ല. ദിശ ഇല്ലാത്ത അളവാണ് അദിശ അളവ്. സദിശ അളവിന് ദിശ ഉണ്ട്. ഓക്കെ, അദിശ അളവിന് ദിശയില്ല, സദിശ അളവിന് ദിശയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അളവുകളെ പ്രധാനമായും രണ്ട് രീതിയിൽ തരംതിരിക്കുന്നത്: സദിശ അളവെന്നും അദിശ അളവെന്നും. സദിശ അളവിന് ദിശകളുണ്ട്. നമുക്കറിയാം, ചില അളവ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ദിശ പറയാറുണ്ടല്ലേ, ഇന്ന ദിശയിലേക്കാണ്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ബലം പറയുമ്പോൾ എല്ലായ്പ്പോഴും ബലത്തിന്റെ ദിശ നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഭാരം, നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഭാരം എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ദിശ പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ ദിശ പറയാൻ പറ്റുന്ന അളവുകളാണ് സദിശ അളവുകൾ. എന്നാൽ അദിശ അളവുകൾക്ക് ദിശ പറയാൻ നമുക്ക് പറ്റില്ല, ഡയറക്ഷൻ അതിന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കോമൺ ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റും. സദിശ അളവിന്റെ എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതെന്ന് പറയുന്നത്, ഒന്ന് പ്രവേഗം. സദിശ അളവിന് ഉദാഹരണമാണ് പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം എന്നുള്ളത് എന്തിന് ഉദാഹരണമാണ്? സദിശ അളവിന് ഉദാഹരണമാണ്. ഇവർക്കെല്ലാം തന്നെ നമുക്ക് ദിശ പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ബലമൊക്കെ തന്നെ സദിശ അളവിന് ഉദാഹരണമാണ്. അദിശ അളവായിട്ട്, ദിശയില്ലാത്ത അളവായിട്ട് പറയുന്നതാണ് ദൂരം, വേഗം, ഊർജം, പ്രവൃത്തി. ഓക്കെ, ഇതൊക്കെ നമുക്ക് അദിശ അളവുകളായിട്ട് പറയാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ സദിശ അളവുകൾ ഏതൊക്കെയാണ്? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഓക്കെ, ഇനി അദിശ അളവിന് ഉദാഹരണമാണ് വേഗം, ദൂരം, ഊർജം, പ്രവൃത്തി. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അദിശ അളവല്ല. അദിശ അളവല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഏതാ? സദിശ അളവ് ഏത്? സദിശ അളവ് ഏതാ? സദിശ അളവ് നമ്മൾ കുറച്ച് പേരാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. എപ്പോഴും ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഇതിനകത്ത് ആരുണ്ട് ഇവിടെ? സ്ഥാനാന്തരം ഉണ്ട് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ഥാനാന്തരമാണ് അദിശ അളവ് അല്ലാത്തത്. അദിശ അളവ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ സദിശ അളവിന് ഉദാഹരണം സ്ഥാനാന്തരം.
ബാക്കി നോക്കിയേ, സമയത്തിന് നമ്മൾ ദിശ പറയാറുണ്ടോ? ഇല്ല. സമയം ഒരു അദിശ അളവാണ്. ദൂരം നമ്മൾ കണ്ടു, അദിശ അളവിൽ നമ്മൾ പഠിച്ചു. അടുത്തത് പിണ്ടത്തിന് നമുക്ക് ദിശ പറയാൻ പറ്റുമോ? ഇല്ല. പിണ്ടവും അദിശ അളവാണ്. എന്നാൽ ഓർക്കുക, ഭാരം എന്ന് പറയുന്നത് സദിശ അളവാണ്. ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഭാരം സദിശ അളവിന് ഉദാഹരണമാണ് ഭാരം. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതനുസരിച്ച്, പ്രവൃത്തിയുടെ നിരക്ക്, ഇത് നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. പ്രവൃത്തിയുടെ നിരക്കിനെ നമ്മൾ പറയുന്നത് എന്താ? അതായത് നിരക്ക് എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക, ആ ആദ്യം തന്ന ആളെ സമയം കൊണ്ട് ഹരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിരക്ക് കാണുക എന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കുക. അപ്പൊ പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തിനെ സമയം കൊണ്ട് ഹരിക്കുന്നതാണ് പ്രവൃത്തിയുടെ നിരക്ക്. നിരക്കെന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കുക. പ്രവൃത്തിയുടെ നിരക്കെന്ന് പറഞ്ഞാൽ പ്രവൃത്തി ബൈ സമയം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തിനെ സമയം കൊണ്ട് ഹരിക്കുന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഏതാ? പവർ ആണ് കേട്ടോ. ഉപകരണങ്ങളുടെയൊക്കെ കേസിൽ നമ്മൾ പറയുന്നതാണ് ഉപകരണങ്ങൾക്ക് എത്രമാത്രം ഒരു ശക്തിയുണ്ട് അല്ലെങ്കിൽ കാര്യക്ഷമതയുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. കാരണം പ്രവൃത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പവർ കിട്ടും. ഇവിടെ ചോദ്യം എന്താ? പ്രവൃത്തിയുടെ നിരക്ക്, അതായത് പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം? പവർ എന്ന് കൊടുക്കാം. പവർ സമയം കൂടുന്നതനുസരിച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രവൃത്തിയുടെ നിരക്ക് പവർ ആണ്. പവറും സമയവും ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ പോലെ എഴുതി കഴിഞ്ഞാൽ, നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ സമയം താഴെ കിടക്കുന്നു അല്ലെ? പവർ മുകളിലല്ലേ കിടക്കുന്നത്? ഇവിടെ ഇക്വേഷന്റെ മുകളിലായിട്ട് പവർ ഉണ്ട്, താഴെ നമുക്ക് ഒന്നും കൊടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരാളെ മുകളിലും ഒരാളെ താഴെയും എന്നുള്ള ടേമിൽ എഴുതി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, സമയം താഴെയാണ്, പവർ മുകളിലാണ്. അപ്പൊ ഇത് വിപരീത അനുപാതമാണ്. കാരണം നമുക്ക് കാണാൻ പറ്റും സമയം താഴെ കിടക്കുന്നു, പവർ മുകളിൽ കിടക്കുന്നു. അപ്പോ സമയം കൂട്ടിയ പവർ കുറയും. ഓക്കെ, ഇനി സമയം കുറച്ചാൽ പവർ കൂടും. മനസ്സിലായോ? കാരണം എന്താ? രണ്ടുപേരും രണ്ടിടത്താ കിടക്കുന്നത്. ഒരാള് താഴെയാ, ഒരു ലൈൻ നമ്മളിവിടെ ഒരു ഇക്വേഷൻ പോലെ എഴുതി കഴിഞ്ഞാൽ ഒരാള് താഴെയാണ്. നമ്മളിപ്പം അവരെ ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പം ഒരാള് ഫ്രാക്ഷന്റെ താഴെയും ഒരാള് ഫ്രാക്ഷന്റെ മുകളിലുമാണ്. അപ്പൊ അത് വിപരീത അനുപാതമാണ്. അപ്പൊ ഇത് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കുറയും, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കൂടും. ആ ഒരു രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ദാ ഇവിടെ നോക്കിയേ, സമയം കൂടിയ എന്ത് പറ്റും? പവർ മുകളിലല്ലേ കിടക്കുന്നേ, അപ്പം വിപരീത അനുപാതമാണല്ലോ. സമയം കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പവർ കുറയുന്നു. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പ്രവൃത്തിയുടെ നിരക്കെന്നാണ് പറഞ്ഞത്. പ്രവൃത്തിയുടെ നിരക്കെന്ന് പറഞ്ഞാൽ പ്രവൃത്തി ബൈ സമയം. ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി ഏതാണ്? പവർ ആണ്. പവർ എങ്ങനെയാ? പവറും ടൈമും നോക്കിക്കഴിഞ്ഞാൽ ടൈം താഴെയും പവർ മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം വിപരീത അനുപാതം. ഒരാൾ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആള് കുറയും. സമയം കൂടിയാൽ എന്ത് ചെയ്യും? പവർ കുറയുന്നു. ഓക്കെ ആണോ? അത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് പവറിന്റെ യൂണിറ്റ്. മനസ്സിലാക്കി വെക്കുക, പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. പവറിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുള്ളതാണ് വാട്ട്. ഒരു വാട്ട് എന്തിന് തുല്യമാണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ പവറിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതണം. പവറിന്റെ ഇക്വേഷൻ കണ്ടു, പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ? നമ്മൾ പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂളിലാണ് അല്ലെ? നമ്മൾ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരില് ജൂളാണ് നമ്മൾ എപ്പോഴും പ്രവൃത്തിയും ഊർജവും അളക്കുന്ന യൂണിറ്റ്. സോ പ്രവൃത്തി അല്ലെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്. ബൈ, ഈ ബൈ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ബൈ സമയത്തിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. സോ ഈ ജൂൾ ബൈ സെക്കൻഡ് നമുക്ക് ഇങ്ങനെ എഴുതാം, ജൂൾ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. ജൂൾ പെർ സെക്കൻഡ് ആണ് ഇവിടെ പവറിന്റെ യൂണിറ്റ്.
അപ്പം 1 വാട്ട് 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ വാട്ട് എന്ന് പറയുന്നതും പവറിന്റെ യൂണിറ്റ് ആണ്, ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നതും പവറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാട്ട് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി ജെയിംസ് വാട്ട് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനെ അദ്ദേഹത്തെ ഒന്ന് ഓണർ ചെയ്തുകൊണ്ട് നമ്മൾ വാട്ട് എന്നുള്ള യൂണിറ്റ് ആണ് പൊതുവെ പവറിനെ യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ജൂൾ പെർ സെക്കൻഡിന് തുല്യമാണ്. സോ 1 വാട്ട് 1 ജൂൾ പെർ സെക്കൻഡിന് തുല്യമാണ്. ഇനി നമ്മൾ കൂടുതൽ, അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഹോഴ്സ് പവറിലായിരുന്നു പവർ അളന്നിരുന്നത്. അപ്പോൾ ഒരു ഹോഴ്സ് പവർ ചോദിക്കും. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എന്തിനു തുല്യമാണ്? 746 വാട്ടിന് തുല്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 ഹോഴ്സ് പവർ ഈസ് 746 വാട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. 1 വാട്ട് 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. 1 ഹോഴ്സ് പവർ 746 വാട്ടാണ്. ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത നോക്കിയേ, പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ച നക്ഷത്ര ഗണം ഏത്? അതായത് നമ്മള് പണ്ട് കാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ, നമുക്കറിയാം നമ്മൾ ദിശ അറിയാനായിട്ടൊരു ഉപകരണം ഉപയോഗിക്കുമായിരുന്നു. ഏതാ? മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയും. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്നാണ് കേട്ടോ മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് കോമ്പസിനകത്ത് ഒരു നീഡിലുണ്ട്, ഒരു മാഗ്നറ്റിക് നീഡിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാന്തിക സൂചി എന്ന് പറയും. ആ കാന്തിക സൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിലേക്കായിരിക്കും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വടക്കെവിടെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിനെ വടക്ക് നോക്കി യന്ത്രം എന്നുള്ള പേരൊക്കെ വന്നത്. അപ്പൊ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഏത്? വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ്. ഇവിടെ പറയുന്നത് നോക്കിയേ, മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്ര ഗണം ഏത്? അതായത് നക്ഷത്രങ്ങളുടെ പലതരം നക്ഷത്ര ഗണങ്ങളുണ്ട്, നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. വേട്ടക്കാരൻ, സപ്തർഷി, കാശ്യപി ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഏത് നക്ഷത്ര ഗണം അല്ലെങ്കിൽ ഏത് നക്ഷത്ര കൂട്ടത്തിന്റെ സഹായത്തോടു കൂടിയാണ് മരുഭൂമികളിലും കടലിലുമൊക്കെ ദിശ അളക്കാൻ ഉപയോഗിച്ചത്? ആൻസർ സപ്തർഷി. അതായത് ഈ സപ്തർഷി എന്ന് പറയുമ്പം 7 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. ഇതിനകത്തുള്ള 2 നക്ഷത്രങ്ങളെ, നമ്മൾ അവസാനമുള്ള 2 നക്ഷത്രങ്ങളെ ജോയിൻ ചെയ്താൽ നമുക്കൊരു ലൈൻ കിട്ടും. നമുക്കറിയാലോ, 2 സ്റ്റാർസിനെ ജോയിൻ ചെയ്താൽ നമുക്കൊരു ലൈൻ കിട്ടും. അപ്പൊ ഈ ലൈൻ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും വടക്ക്. അപ്പൊ അവിടെ ആയിരിക്കും നമ്മുടെ നോർത്ത് സ്റ്റാർ, അതായത് വടക്കുള്ള നോർത്ത് സ്റ്റാർ, ആ വടക്കോട്ട് ഉള്ള ആ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ആ എൻഡ്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 2 സ്റ്റാർസിനെയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടുമല്ലോ. അപ്പൊ ഇത് പോയിന്റ് ചെയ്യുന്നിടത്തായിരിക്കും വടക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് വടക്ക് ദിശ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും ഒക്കെ സഞ്ചരിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് സപ്തർഷിയാണ്. സപ്തർഷി. ഓക്കെ, ഓക്കെ ആണോ ഇത്രയും ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? നമ്മള് ലോഹം എന്നുള്ള ഒരു പോർഷനിൽ നിന്നും കയറി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ചില ലോഹങ്ങൾ, അതായത് ചില ലോഹങ്ങളുടെ നമുക്കറിയാം ലോഹങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് കിട്ടുന്നത്. അലോയ് അല്ലെങ്കിൽ ലോഹസങ്കരം. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമാണ് പിച്ചള. പിച്ചള പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും കൂടെ ചേരുമ്പോ നമുക്ക് കിട്ടുന്നതാണ് പിച്ചള. ഇമ്പോർട്ടൻ്റ് ആണ്. പിച്ചളയുടെ ഘടകമായിട്ട് വരുന്നത്, പിച്ചള ആരൊക്കെ ചേരുമ്പോഴാണ്? കോപ്പറും സിങ്കും. അപ്പൊ ഇവിടെ സിങ്ക് മാത്രമേ ഉള്ളൂ. ഓർത്തു വെക്കണം, പിച്ചള എന്ന് പറയുന്ന ലോഹസങ്കരം, നമ്മൾ ലോഹങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ, അതായത് ലോഹങ്ങളെ വിവിധ അളവുകളിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് കിട്ടുന്നത്. അപ്പൊ ലോഹസങ്കരങ്ങൾ ഏതൊക്കെ? 2 എണ്ണമാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഒന്ന് പിച്ചളയാണ്. പിച്ചളയിലുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പറും ഉണ്ട്, സിങ്കും ഉണ്ട്. അടുത്ത ലോഹസങ്കരമാണ് വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറയും. അത് കോപ്പറും
ടിന്നുമാണ് കേട്ടോ. കോപ്പറും ടിന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ലോഹസങ്കരമാണ് വെങ്കലം. കോപ്പർ പ്ലസ് ടിൻ, കോപ്പറും ടിന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ലോഹസങ്കരമാണ് എന്ത്? വെങ്കലം എന്ന് പറയുന്നത്. ഈ ടിന്നിനെ നമ്മളൊരു പേര് പറയും, അതൊന്ന് ഓർത്തു വെക്കണേ. വെളുത്തീയമാണ്. ഓക്കെ, വെളുത്തീയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആയാലോ? താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹമേത്? സിങ്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ താപപ്രേക്ഷണ രീതി അല്ലെ. താപപ്രേക്ഷണം എന്താ നമ്മൾ പഠിച്ചേ? താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപപ്രേക്ഷണം. അത് ഏതൊക്കെയാണെന്നാ നമ്മൾ പഠിച്ചേ? ഒന്ന് ചാലനം. ചാലനം ഏത് പദാർത്ഥങ്ങളിലാണ് നടക്കുന്നത്? ഓർത്തു പറഞ്ഞേ, ഖരപദാർത്ഥങ്ങളിലാണ് ചാലനം പ്രധാനമായും നമ്മൾ കാണുന്നത്. അടുത്തതാണ് സംവഹനം. സംവഹനം നടക്കുന്ന ഏത് പദാർത്ഥങ്ങളിലാണ്? ദ്രവങ്ങളിലാണ്. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും കാണുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. മൂന്നാമത്തെ രീതി നമ്മൾ എന്താ പഠിച്ചേ? വികിരണം. വികിരണത്തിന്റെ പ്രത്യേകത എന്താ? മാധ്യമം വേണ്ട, മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേക്ഷണ രീതിയാണ് വികിരണം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ കാരണം വികിരണമാണ്. ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് മുട്ട വിരിയാൻ കാരണം എന്താണ്? വികിരണമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? താപപ്രേക്ഷണം ചെയ്യുന്ന രീതിയിൽ പെടാത്തത്. നമുക്ക് പെടാത്തതെന്ന് പറഞ്ഞാൽ വിസരണമാണ് അല്ലെ, സ്കാറ്ററിങ്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശ പ്രതിഭാസമാണ്. അതായത് പ്രകാശം വരുമ്പോൾ നമുക്കറിയാം അന്തരീക്ഷത്തിൽ നിറയെ പൊടിപടലങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശം പല ദിശകളിലേക്ക് പോകും. നമുക്കറിയാം ഇപ്പൊ ഒരു പ്രകാശം വരുന്നു, ഇവിടെ ഒരു കുഞ്ഞു പൊടിപടലങ്ങളുണ്ട്. അപ്പൊ ഈ പ്രകാശം തട്ടി തെറിച്ച് പല ദിശകളിൽ പോവില്ലേ? ഈ ഒരു പ്രതിഭാസമാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്. അപ്പൊ ഇതൊരു പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് വിസരണം. ഇതൊരു താപപ്രേക്ഷണ രീതിയല്ല. 3 താപപ്രേക്ഷണ രീതിയേ ഉള്ളൂ, ഓർക്കുക. ചാലനം, അത് ഖരപദാർത്ഥങ്ങളിലാണ് നടക്കുന്നത്. സെക്കൻഡ് വൺ സംവഹനം, അത് ദ്രവങ്ങളിലാണ് നടക്കുന്നത്. തേർഡ് വൺ വികിരണം, അതിന് മാധ്യമം ആവശ്യമില്ല. സംവഹനം നടക്കുന്നത് ദ്രവങ്ങളിലാണ്, അതായത് അത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വിസരണമാണ്. അതൊരു താപപ്രേക്ഷണ രീതിയല്ല. ഇത്രയും ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നോക്കാമേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യനകത്തുനിന്ന് വരും. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. അതായത് ഇത് മനുഷ്യന്റെ ശ്രവണ പരിധിയാണ് കേട്ടോ. മനുഷ്യന് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് പ്രധാനമായിട്ടും കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്രവണ പരിധി. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണെന്ന് നോക്കിയേ. 20 ഹെർട്സും 20,000 ഹെർട്സിനും ഇടയിൽ. ഈ ഹെർട്സ് എന്ന് പറയുന്നത് നമുക്ക് ആവൃത്തി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. 20 ഹെർട്സും 20,000 ഹെർട്സിനും ഇടയിലുള്ള ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ 20,000 നമുക്ക് മോഡിഫൈ ചെയ്ത് ഇങ്ങനെയും എഴുതാം. ഇങ്ങനെയും പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. ഈ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാ ശബ്ദം അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ശബ്ദം. ഇൻഫ്രാ സൗണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട്. ഓക്കെ, ഇനി 20 കിലോ ഹെർട്സിന് മുകളിലുള്ള ശബ്ദത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാ സൗണ്ട് അല്ലെങ്കിൽ അൾട്രാ സോണിക് സൗണ്ട്. ഓക്കെ, അപ്പൊ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദം ഇൻഫ്രാ ശബ്ദമാണ് അല്ലെങ്കിൽ ഇൻഫ്രാ സൗണ്ട്. 20,000 ഹെർട്സിന് എബോ ഉള്ള സൗണ്ട് അൾട്രാ സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻഫ്രാ ശബ്ദങ്ങൾ പൊതുവെ ഉണ്ടാവുന്നത് നമ്മൾ ഭൂകമ്പമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഉണ്ടാവുന്ന തരംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഭൂകമ്പ തരംഗങ്ങൾ അല്ലെങ്കിൽ സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങൾ.
അപ്പൊ ഭൂകമ്പം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സീസ്മിക് തരംഗങ്ങൾ എല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? ഇൻഫ്രാശബ്ദത്തിന് ഉദാഹരണമാണ്. ഭൂകമ്പം ഉണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആയിട്ടുള്ള ശബ്ദത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഇൻഫ്രാശബ്ദം അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ശബ്ദം. ഇനി അൾട്രാസോണിക് ശബ്ദത്തിന് ഉദാഹരണം ബാറ്റ്, വവ്വാലുകൾ സഞ്ചരിക്കാനും അതുപോലെ തന്നെ ആശയവിനിമയം ചെയ്യാനും ഉപയോഗിക്കുന്ന ശബ്ദം അൾട്രാസോണിക് ശബ്ദമാണ്. കൂടാതെ തന്നെ വലിയ വലിയ മെറ്റൽ ബ്ലോക്കുകളിലെ വിള്ളലുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദം അൾട്രാസോണിക് ശബ്ദമാണ്. അതായത് വലിയ ബ്ലോക്കിനകത്ത് വിള്ളലുണ്ടെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ ബ്ലോക്ക്, നമുക്കറിയാം ഈ വലിയ വലിയ ഫാക്ടറികളിലൊക്കെ ബ്ലോക്കുകളില്ലേ, അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു വിള്ളലുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അവിടെ ഒരു അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കും. ആ ഒരു അൾട്രാസോണിക് ശബ്ദം ഈ വിള്ളലിൽ നിന്നിട്ട് തിരിച്ചു വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവിടെ വിള്ളലുണ്ട്. അപ്പം വലിയ വലിയ ബ്ലോക്കുകളിലെ വിള്ളല് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ്. അതുപോലെ തന്നെ സ്കാനിങ് ഇല്ലേ, അൾട്രാസോണോഗ്രഫി എന്ന് പറയും. അതായത് അൾട്രാസോണിക് ശബ്ദത്തിന്റെ സഹായത്തോടു കൂടി നമ്മളുടെ ആന്തരിക അവയവങ്ങളെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൾട്രാസോണോഗ്രഫി. അപ്പൊ ബാറ്റുകൾ, വവ്വാലുകൾ ഉപയോഗിക്കുന്ന തരംഗം അൾട്രാ തരംഗമാണ്. മെറ്റൽ ബ്ലോക്കിലെ വിള്ളല് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ തരംഗമാണ്. അൾട്രാസോണോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന തരംഗം അൾട്രാ തരംഗമാണ്. ഇനി ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട്. ഗാൾട്ടൺ വിസിൽ, അതായത് നമ്മൾ നായകളെയൊക്കെ ഇല്ലേ ട്രെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗാൾട്ടൺ വിസിൽ. നിങ്ങൾ റിംഗ് മാസ്റ്റർ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാം ഒരു വിസിൽ അവർ ഊതും. അപ്പൊ അവർ ഊതുമ്പോൾ മനുഷ്യർക്കാർക്കും കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഒരു നായ അവിടെ കിടന്ന് ഊടും അല്ലെ. അപ്പൊ നായകളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗാൾട്ടൺ വിസിൽ. അതിൽ എത്ര ആവർത്തിയുള്ള ശബ്ദമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. 30,000 ഹെർട്സ് ആവർത്തിയുള്ള തരംഗമാണ് ഗാൾട്ടൺ വിസിലിൽ ഉപയോഗിക്കുന്നത്. 30,000 ഹെർട്സ് തരംഗവും 30,000 ഹെർട്സ് ആവർത്തിയുള്ള തരംഗമാണ് ഗാൾട്ടൺ വിസിലുകളിലൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഗാൾട്ടൺ വിസിൽ നായകളെ ട്രെയിൻ ചെയ്യുന്ന വിസിലാണ്. അതിലുപയോഗിക്കുന്ന അൾട്രാസോണിക് ശബ്ദമാണ്. അതിന്റെ ആവർത്തി 30,000 ഹെർട്സ് ആണ്. ഇനി ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട്, അത് സോണാർ ആണ്. സോണാറിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളതാണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓക്കെ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, ഇതാണ് സോണാറിന്റെ ഫുൾ ഫോം. അതായത് നമ്മൾ ഇപ്പം ഒരു കടലിന് എത്ര ആഴമുണ്ട്, അല്ലെങ്കിൽ കടലിന്റെ അടിയിൽ ഉള്ള ഒരു വസ്തു എത്ര അകലെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സോണാർ. സോണാറിന്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അവിടെ യൂസ് ചെയ്യുന്നതും അൾട്രാസോണിക് തരംഗമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്ര പരിധിയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ രൂപമാണ്. അപ്പൊ നമ്മൾ ഏതൊരു പദാർത്ഥം അടങ്ങിയാലും നമുക്കറിയാം അതിനകത്തുള്ളത് തന്മാത്രകളാണ് അല്ലെ. ഇപ്പൊ ഞാൻ ഒരു വസ്തു എടുത്തു. അപ്പൊ ആ വസ്തുവിനകത്ത് എല്ലാം എടുക്കുമ്പോൾ ഒരുപാട് തന്മാത്രകൾ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം തന്മാത്രകളുടെ ഇടയിൽ എന്തുണ്ട്? ഒരു രാസ ബോണ്ടുകൾ ഉണ്ട് അല്ലെ. രാസബന്ധനങ്ങളാണ് ഇതിൻ്റെ ഇടയിലുള്ളത്. ഒരു കെമിക്കൽ ബോണ്ടാണ് ഇവരുടെ ഇടയിലുള്ളത്. ഒരു കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ രാസ ബന്ധനങ്ങളാണ് ഇവരുടെ ഇടയിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ രാസബന്ധനങ്ങളുള്ള കെമിക്കൽ ബോണ്ടുകൾ ഉള്ള തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എന്തായിരിക്കും? രാസബന്ധനമാകുമ്പം അവരുടെ ഊർജം എന്തായിരിക്കും? രാസോർജമാണ് ഇതിനകത്തുള്ളത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജം. അപ്പൊ മനസ്സിലായോ? നമ്മള് ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ പദാർത്ഥങ്ങൾക്കിടയിൽ രാസബന്ധനമാണുള്ളത്, കെമിക്കൽ ബോണ്ടാണുള്ളത്. രാസബന്ധനമുള്ള സമയത്ത് അവിടെയുള്ള ഊർജം ഏതായിരിക്കും? രാസോർജമാണ് അല്ലെങ്കിൽ കെമിക്കൽ എനർജിയാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന ഊർജം. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ, ഇനി ഇതാ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. നമ്മൾക്ക് എന്തെങ്കിലും കേൾക്കാൻ സഹായിക്കുന്ന ഒരു ഊർജ രൂപമാണല്ലോ ശബ്ദം. നമുക്കറിയാം, നമുക്ക് കേൾക്കാൻ സഹായിക്കുന്നത് ശബ്ദം കൊണ്ടാണ് അല്ലെ. അപ്പൊ കേൾക്കാൻ സഹായിക്കുന്ന ഒരു ഊർജമാണ്. അപ്പൊ നമുക്കറിയാം സൗണ്ട് എനർജി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ സൗണ്ട് ഒരു ഊർജ രൂപമാണ്. ഇതിനകത്ത് നമുക്ക് ഓരോ പോയിന്റ്സ് പഠിക്കാം. ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത, ശബ്ദം ഒരു ഊർജമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് എനർജി എന്ന് തന്നെ പറയുന്നത്. ശബ്ദം ഒരു ഊർജ രൂപമാണ്. അത് എന്തിനു നമുക്ക് ഹെൽപ്പ് ചെയ്യും? ശ്രവണബോധം ഉളവാക്കാൻ, എന്തെങ്കിലും കേൾക്കാൻ അല്ലെങ്കിൽ നമുക്ക് ശ്രവിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ശ്രവണബോധം ഉളവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നോക്കിയേ, ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? നമുക്ക് ഏതൊക്കെ ശരിയായതുണ്ടെന്ന് നോക്കാം. നോക്കിയേ, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ എന്താ, എൻ്റെ കയ്യിൽ ഒരു പെന്നിരിക്കുന്നു. ഞാൻ ഈ പെന്നിൽ വന്നിങ്ങനെ അടിക്കുന്നു. അപ്പൊ അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ അടിക്കുന്ന ഭാഗത്തെ തന്മാത്രകൾ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? കമ്പനം ചെയ്യാൻ തുടങ്ങും. കമ്പനം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന പൊസിഷനിൽ വളരെ വേഗത്തിൽ, നമ്മൾ നേരത്തെ ദോലനം പഠിച്ചില്ലേ? എന്താ ദോലനം എന്ന് വെച്ചാൽ, ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി, ഇതാണ് ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക, അത് മുന്നോട്ടും പിറകോട്ടും പോകുന്നു. അതായത് ഈ പോയിന്റിൽ നിന്നും മുന്നോട്ട് പോയി, ഇതേ പോയിന്റ് തിരിച്ചെത്തി, പിറകോട്ട് പോയി, ഇതേ പോയിന്റിൽ തിരിച്ചെത്തി, മുന്നോട്ട് പോയി. അപ്പോൾ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടും പിറകോട്ടുമുള്ള ചലനത്തെ നമ്മൾ എന്ത് വിളിക്കും? ദോലനം എന്ന് വിളിക്കും. പക്ഷെ ഈ ദോലനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുക എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ സിമ്പിൾ പെൻഡുലം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ടച്ച് ചെയ്ത് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇത് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പെൻഡുലം ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് പെട്ടെന്ന് ഈ ദോലനം മനസ്സിലാവുമോ? ഇല്ല. വളരെ വേഗത്തിലുള്ള ദോലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. അപ്പൊ ദോലനം തന്നെയാണ് കമ്പനം. പക്ഷെ ദോലനത്തിന്റെ പ്രത്യേകത എന്താ? വേഗത കൂടുതലാണ്. അതാ നോക്കിയേ, വളരെ വേഗത്തിലുള്ള ദോലനമാണ് കമ്പനം. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വേഗത്തിലുള്ള ദോലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം അഥവാ വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വസ്തുവിനെ എടുക്കുന്ന സമയം, ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളൊരു സൗണ്ട്, അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റി. അതിന്റെ കാരണം എന്താ? നമ്മൾ ഇവിടെ അതിനൊക്കെ ഒരു ബലം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അതിലേക്ക് ഒരു ബലം കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ള ഈ തന്മാത്രകളിലാണ് പൊതുവെ, തന്മാത്രകളിലും ആറ്റത്തിലും ഒക്കെയാണ് നമ്മൾ പൊതുവെ കമ്പനങ്ങൾ കാണാറുള്ളത്. അപ്പൊ ഇവിടുത്തെ ആറ്റം അല്ലെ തന്മാത്രകൾ വളരെ വേഗത്തിലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ദോലനം ചെയ്യാൻ തുടങ്ങും. അപ്പം വളരെ വേഗത്തിൽ ദോലനം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് കമ്പനം എന്ന് പറയാം. അപ്പൊ ഈ കമ്പനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഒരു ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കാരണം വസ്തുവിൽ എന്ത് നടക്കുന്നതാണ്? കമ്പനം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം. ഇതും കറക്റ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ചില വസ്തുക്കൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട, എന്നാൽ ചില തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം വേണം. ഓക്കെ, മാധ്യമം ആവശ്യമായ ഒരു തരംഗമാണ് ശബ്ദം. ശബ്ദതരംഗത്തിന് എപ്പോഴും സഞ്ചരിക്കാൻ മാധ്യമം വേണം. ശബ്ദത്തിന് മാധ്യമം വേണം എന്ന് തെളിയിച്ച ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്, നോക്കി വെക്കുക. ബെൽ ജാർ പരീക്ഷണം. ഓക്കെ, അതായത് നമ്മൾ ഒരു ജാർ എടുക്കുന്നു. ഓക്കെ, ഈ ജാറിനകത്ത് നമ്മളൊരു മണി കെട്ടി തൂക്കുന്നു. ഓക്കെ,
അപ്പൊ നമുക്കറിയാലോ ഈ ജാറിനകത്ത് മണി കെട്ടി തൂക്കിയിട്ട് നമ്മൾ ഈ ജാറിട്ടൊന്ന് കുലുക്കാൻ പോവാ. അപ്പൊ കുലുക്കുമ്പോൾ എന്ത് പറ്റും? അതിന്റെ അകത്തുള്ള മണി കിടന്ന് കിലുങ്ങാൻ തുടങ്ങും അല്ലെ, മണി കിലുങ്ങുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു വാക്വം ട്യൂബ് എടുത്തിട്ട് ഇതിനകത്തുള്ള എയർ കുറച്ചായിട്ട് എടുക്കുക. അതായത് ഇപ്പം കുറെ എയർ ഉണ്ട്, ഒരു വാക്വം ട്യൂബിന്റെ സഹായത്തോടു കൂടി കുറച്ച് എയറിനെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് കളയാൻ പോവാ. അപ്പൊ നമ്മൾ ഈ എയർ പോകും തോറും നമുക്ക് മനസ്സിലാവും ഈ ശബ്ദത്തിന്റെ ഒരു ഇത് കുറഞ്ഞു വരും. അതായത് ശബ്ദം കേൾക്കുന്നത് കുറഞ്ഞു വരും. ആദ്യം നല്ല ശബ്ദമായിരിക്കും, പിന്നെ ശബ്ദം കുറഞ്ഞ് ഇതിനകത്തുള്ള വായു തീരുമ്പം പിന്നെ ശബ്ദം കേൾക്കില്ല. അതായത് വായു ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ശൂന്യത എന്നാണ് അല്ലെ പറയുന്നത്. അപ്പൊ ശൂന്യതയിൽ എന്ത് സഞ്ചരിക്കില്ല? ശബ്ദം സഞ്ചരിക്കില്ല. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം അനിവാര്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം അനിവാര്യമാണ്. ഓക്കെ, ശബ്ദത്തിന് എപ്പോഴും മാധ്യമം വേണം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം സ്പേസിലൊക്കെ പോകുന്നവർ. സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? ശൂന്യതയാണ് അല്ലെ, മാധ്യമം ഇല്ല. അപ്പൊ ഈ സ്പേസിൽ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവരെന്ത് സൗണ്ട് ഉണ്ടാക്കിയാലും ഇപ്പൊ സ്പേസിൽ പോയി രണ്ടുപേര് സംസാരിക്കാൻ ശ്രമിച്ചാൽ അവിടെ മാധ്യമം ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആക്കി പറയുന്ന എന്താന്ന് കേൾക്കാൻ പറ്റില്ല. കാരണം ശബ്ദം ഉണ്ടാവും, ഇപ്പൊ നമ്മളുടെ വായിൽ നിന്നും ശബ്ദം ഉണ്ടാവും, പക്ഷെ മാധ്യമം ഇല്ലാത്തത് കൊണ്ട് അത് സഞ്ചരിക്കില്ല. അതുകൊണ്ടാണ് അവർ വയർലെസിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത് കേട്ടോ. അവർ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് സംസാരിക്കാൻ കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാൻ എപ്പോഴും എന്ത് അനിവാര്യമാണ്? മാധ്യമം വേണം. മാധ്യമം ഇല്ല എങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ബെൽജാർ പരീക്ഷണമാണ് പറയുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഓക്കെ, ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല. ശൂന്യതയിൽ അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികളൊക്കെ പ്രത്യേക തര ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി സംസാരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയാൽ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. മനുഷ്യന്റെ ശ്രവണ പരിധി നമ്മൾ എത്ര പഠിച്ചേ? 20 ഹെർട്സ് കറക്റ്റ് ആണ്. 20,000 എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ 2000 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ 1ഉം 2ഉം ആണ് കറക്റ്റ്. നോക്കിയേ, 1 മാത്രം ശരി. 1 മാത്രമാണോ ശരി? അല്ല, 1ഉം 2ഉം മാത്രം ശരി. ഇത് കറക്റ്റ് ആണ്. 2ഉം 3ഉം ശരിയാണോ? അല്ല, എല്ലാം ശരിയാണ്. അതും തെറ്റാ. 1ഉം 2ഉം മാത്രമാണ് ശരി. അതായത് ശബ്ദം ഉണ്ടാകുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം അനിവാര്യമാണ്. ഇത്രയൊക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? അപ്പൊ നമുക്കറിയാം ഊർജ പരിവർത്തനം, നമുക്ക് ഊർജ സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഊർജത്തെ നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല, സൃഷ്ടിക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഊർജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറേറ്റർ ആണ്. ജനറേറ്റർ. അപ്പൊ നിങ്ങൾ ആ പേരിന്ന് തന്നെ ആലോചിക്കണം. ജനറേറ്റ് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. എന്തായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്? കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കണം കേട്ടോ. ജനറേറ്റർ, അതായത് ജനറേറ്റർ എന്ന് പറഞ്ഞ ഉപകരണത്തിന്റെ ലക്ഷ്യം തന്നെ ഇതാണ്. കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. കറണ്ട് നമ്മൾ പൊതുവെ നമുക്കറിയാം കറണ്ട് 2 തരത്തിലുള്ള കറണ്ടുകളുണ്ട്. ഒന്ന് AC എന്ന് പറയും, 2 DC എന്ന് പറയും. AC കറണ്ടും DC കറണ്ടും. ഓക്കെ, AC കറണ്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഈ ഒരു ഫോമിൽ നമ്മൾ തരംഗങ്ങളില്ലേ, ഈ തരത്തിലുള്ള ഈ രൂപത്തിലുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാണ് AC. അതായത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറണ്ട് ഈ രൂപത്തിൽ കിട്ടിയാൽ നമുക്ക് പറയാം അത് AC കറണ്ട് ആണ്. ഇനി DC കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രൂപത്തിൽ കിട്ടുന്നതാണ് DC കറണ്ട്. ഓക്കെ, ഈ DC കറണ്ടിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് നേർധാരാ വൈദ്യുതി എന്നാണ് കേട്ടോ. നേർധാരാ വൈദ്യുതി. അപ്പോൾ AC കറണ്ടും DC കറണ്ടും. അപ്പൊ ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. അപ്പൊ ഔട്ട്പുട്ടിൽ വൈദ്യുതി കിട്ടണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം എവിടെയേ ഉള്ളൂ? ഈ ഒരെണ്ണത്തിലല്ലേ ഉള്ളൂ.
അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. അപ്പൊ അതാ നോക്കിയേ, ജനറേറ്റർ എന്ന് പറയുന്നത് വലിയ ഒരു മെഷീനാണ്, ഒരു യന്ത്രമാണ്. ആ യന്ത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈദ്യുതി കിട്ടും. അപ്പൊ അങ്ങനെ തന്നെ ആലോചിച്ചേ, ജനറേറ്റർ അതെന്താണ്? ഒരു യന്ത്രമാണ്. ഈ യന്ത്രം പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? AC-യോ DC-യോ കറണ്ട് കിട്ടും, വൈദ്യുതി കിട്ടും. ഓക്കെ, അപ്പം യന്ത്രം പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഊർജം എന്താ? യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഈ ജനറേറ്ററിന് മറ്റൊരു പേരുണ്ട്, അതും കൂടെ ഓർത്തു വെക്കുക. അത് ഡൈനാമോ എന്നാണ് കേട്ടോ, ഡൈനാമോ. അപ്പൊ ഇങ്ങനെയും ചോദിക്കും, ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താ? ഡൈനാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ജനറേറ്റർ ആണ്. അപ്പൊ ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ന് ചോദിച്ചാൽ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എഴുതിയാൽ മതി. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താ നമ്മളിപ്പോ കണ്ടേ? യാന്ത്രികോർജം ടു വൈദ്യുതോർജം, അങ്ങനല്ലേ പഠിച്ചേ? അപ്പൊ ഡൈനാമോയിലും നടക്കുന്നത് യാന്ത്രികോർജം ടു വൈദ്യുതോർജമാണ്. അതുപോലെ തന്നെ ജനറേറ്ററിലും നടക്കുന്നത് യാന്ത്രികോർജം ടു വൈദ്യുതോർജമാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. വൈദ്യുതോർജത്തെ യാന്ത്രികോർജം, അതായത് തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുത ഊർജം കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് വൈദ്യുതോർജം കൊടുത്തു കഴിഞ്ഞാൽ യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണം. നമ്മൾ വൈദ്യുതി കൊടുക്കുന്നു, ഒരു യന്ത്രം പ്രവർത്തിക്കുന്നു. ഉദാഹരണം നമുക്ക് എന്തൊക്കെ പറയാം? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിന് ഉദാഹരണമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഫാൻ ഉപയോഗിക്കുന്നു, ഫാൻ. അപ്പൊ ഫാൻ നോക്കിയേ, ഫാനിൽ നമ്മൾ ഓൺ ആക്കുന്നു, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ എന്ത് കിട്ടും? വൈദ്യുതി കിട്ടും. വൈദ്യുതി കിട്ടുമ്പോഴത്തേക്ക് ഫാൻ കിടന്ന് കറങ്ങും, അല്ലെ? അതൊരു യന്ത്രമാണ്. അപ്പം വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കുന്ന ഒരു ഉപകരണമാണ് ഫാൻ. ഓക്കെ, അതുപോലെ തന്നെ മിക്സി, മോട്ടോർ, ഫ്രിഡ്ജ്, ഇതെല്ലാം തന്നെ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. ഓക്കെ, ഇനി അടുത്തത് വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യത്തില്ലേ? ഇത് ശ്രദ്ധിക്കണേ. ഓക്കെ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയം നമ്മൾ വൈദ്യുതോർജം എന്തായിട്ട് മാറുന്നു? രാസോർജമായിട്ട് മാറുകയാണ്. മൊബൈൽ ഫോൺ ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. എന്നാൽ സെല്ലുകളിൽ, ബാറ്ററിയിൽ നടക്കുന്നത് തിരിച്ചാണ്. നമ്മൾ ബാറ്ററികളിൽ പൊതുവെ കെമിക്കലുകളാണുള്ളത്. അതുകൊണ്ട് കെമിക്കൽ എനർജി, രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാറ്ററി. ഓക്കെ, എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാറ്ററി. അത്രയും ഓക്കെ ആണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ട് മാറിയല്ലോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ആൻസർ യാന്ത്രികോർജം ടു വൈദ്യുതോർജം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അലൂമിനിയത്തിന്റെ അയിരേത്? ഈ അയിര് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അയിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതിൽ നിന്നാണോ ഒരു മെറ്റലിനെ, ലോഹത്തെ എളുപ്പത്തിലും അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞും നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയിര്. ഓക്കെ, അതായത് അയിരിന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വേണം. ഒന്ന്, എളുപ്പത്തിൽ എന്ത് ചെയ്യണം? വേർതിരിക്കാൻ പറ്റണം.
എളുപ്പത്തിൽ വേർതിരിക്കാൻ പറ്റണം. അതായത് നമ്മൾ ഈ അയിരെന്ന് പറയുമ്പോൾ നമ്മളുടെ ലോഹങ്ങളില്ലേ, ലോഹങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു രൂപമാണ് അയിരെന്ന് പറയുന്നത്. അയിരിന്റെ പ്രത്യേകത ഈ അയിരിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരുപാട് ലോഹത്തിന്റെ രൂപങ്ങൾ കാണും, പക്ഷെ ഈ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അടുത്ത പ്രത്യേകത, ഇതിന് ചെലവ് കുറവായിരിക്കും. അതായത് ബാക്കിയുള്ള വസ്തുക്കൾ, ബാക്കിയുള്ള ലോഹ സങ്കരങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതിനേക്കാൾ ചെലവ് കുറവായിരിക്കും അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ. അപ്പം ഓരോ ലോഹങ്ങളും അവരുടെ അയിരുകളും നമ്മൾ പഠിച്ചു വെക്കണം. അലൂമിനിയം, അലൂമിനിയത്തിന് നമ്മൾ എന്താ കോഡ് പഠിച്ചിട്ടുള്ളത്? അലൂമിനിയം ബോക്സ് വീണാ നമ്മൾ കരയും അല്ലെ? നമ്മുടെ കാലിലോട്ട് അലൂമിനിയത്തിന്റെ ഒരു ബോക്സ് വന്ന് വീഴുന്നതായിട്ട് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വേദന കൊണ്ട് കരഞ്ഞു പോകും അല്ലെ? അപ്പം അലൂമിനിയം ബോക്സ് വീണാൽ കരയും. നോക്കിയേ, അലൂമിനിയം ബോക്സ് വീണാൽ കരയും. കരയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ക്രൈ എന്നല്ലേ? അലൂമിനിയം ബോക്സ് വീണാൽ ക്രൈ ചെയ്യും. അപ്പം അലൂമിനിയത്തിന്റെ ഓറൊന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അലൂമിനിയം പറയുന്നത്. ബോക്സിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ ഓറാണ് ഒരെണ്ണം ബോക്സൈറ്റ്. അടുത്തത് ക്രൈ വെച്ച് ക്രയോലൈറ്റ്. അപ്പൊ അലൂമിനിയത്തിന്റെ രണ്ട് അയിരുകളുണ്ട്, രണ്ട് ഓറുകളുണ്ട്. ഓർത്തു വെക്കുക, ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സൈറ്റ്. ഓക്കെ, അടുത്ത ഒരു ഓറ് നമുക്കൊന്ന് പഠിക്കാം. അലൂമിനിയത്തിന് നമ്മളിപ്പോ പഠിച്ചു ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഓക്കെ, അടുത്തത് അയൺ ആണ് കേട്ടോ, അയൺ. ഓക്കെ, അതിന്റെ കോഡ് ഇതാണ്. ഹേമയുടെ സൈഡിൽ അയൺ മാഗ്നറ്റും ലെമണും. ഹേമയുടെ സൈഡിൽ അയൺ മാഗ്നറ്റും ലെമണും. ഇതാണ് അയണിന്റെ ഓറ്. അപ്പൊ ഈ ഹേമ എന്ന് ഉദ്ദേശിക്കുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ്. സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സിഡറൈറ്റ് ആണ്. സൈഡറൈറ്റ് എന്ന് എഴുതും, വായിക്കുന്നത് സിഡറൈറ്റ് എന്നാണ്. മലയാളത്തിൽ സിഡറൈറ്റ് എന്നാണ് വായിക്കുന്നത്, സിഡറൈറ്റ്. അയണിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ ഒരു അയൺ എന്നുള്ള കോഡ് കൊടുത്തിരിക്കുന്നത്. ഹേമയുടെ സൈഡിൽ അയൺ മാഗ്നറ്റും ലെമണും. മാഗ്നറ്റ് വെച്ച് തുടങ്ങുന്നതാണ് മാഗ്നറ്റൈറ്റ്. കാരണം വേറൊരാളും വരുന്നുണ്ട്, അപ്പോൾ തിരിയരുത്. മാഗ്നറ്റൈറ്റ്. ഓക്കെ, ലെമൺ എന്ന് ഉദ്ദേശിക്കുന്നത് ലിമണൈറ്റ്. അപ്പം 4 എണ്ണമാണ് അയണിന്റെ ഓറുകളായിട്ട് വരുന്നത്. ഹേമറ്റൈറ്റ്, സിഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമണൈറ്റ്. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഓക്കെ, അപ്പൊ അതാ ഇവിടെ നോക്കിയേ, ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആരുടേതാ? നിങ്ങൾ തന്നെ പറഞ്ഞേ. നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ഹേമറ്റൈറ്റ് അയണിൻ്റെതാണ്. മാഗ്നറ്റൈറ്റ് ആരുടേതാണ്? അയണിൻ്റെതാണ്. ബോക്സൈറ്റ് അലൂമിനിയം. അയൺ പൈറൈറ്റ്സ്, അയണിന്റെ പൈറൈറ്റ്സ്. അപ്പൊ അയൺ പൈറൈറ്റ്സ് എന്തിൽ തന്നെ വരും? അയണിന്റെ തന്നെ. നമ്മൾ അയണിനെ Fe എന്നുള്ള സിമ്പൽ കൊണ്ടാണ് കേട്ടോ, ഫെറം എന്നുള്ള ലാറ്റിൻ നെയിമിനെ വെച്ചിട്ട് Fe എന്നുള്ള സിമ്പൽ കൊണ്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ Fe എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇതാ. ഇനി കുറച്ച് പേരും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ, എപ്പോഴും ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അടുത്തതാണ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഡോളോമൈറ്റും, രണ്ടാമത്തത് മാഗ്നസൈറ്റും. ഡോളോമൈറ്റ്, മാഗ്നസൈറ്റ്. ഓക്കെ, അപ്പൊ അലൂമിനിയത്തിന്റെ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്,
അയണിൻ്റെത് ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്. മഗ്നീഷ്യത്തിൻ്റെത് ഡോളോമൈറ്റ്, മാഗ്നസൈറ്റ്. ഓക്കെ, അടുത്താണ് ലെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടിന്നിനെ നമ്മൾ വെളുത്തീയം എന്ന് പറയും, എന്നാൽ ലെഡിനെ നമ്മൾ പറയുന്നത് കറുത്തീയം എന്നാണ്. കറുത്തീയം. ലെഡ് കറുത്തീയം, ടിന്ന് വെളുത്തീയം. ലെഡിന്റെ ഓറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗലീന. ലെഡിന്റെ ഓറാണ് ഗലീന. ഓക്കെ, അലൂമിനിയത്തിന്റെ പഠിച്ചു, അയൺ പഠിച്ചു, മഗ്നീഷ്യം പഠിച്ചു, ലെഡ് പഠിച്ചു. ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം കറന്റ്ലി വ്യാഴമാണ് കേട്ടോ. ഇതൊരു അപ്ഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നിങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഗ്രഹങ്ങളുടെ എണ്ണം മാറാറുണ്ട്, കാരണം പുതിയത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം മാറാറുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം മനസ്സിലാക്കി വെക്കുക, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമായിട്ട് അറിയപ്പെടുന്നത് വ്യാഴത്തെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലമേത്? സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് ബലം, നമുക്കറിയാം ഒരു വസ്തുവിനെ നമ്മൾ തള്ളുന്നതോ വലിക്കുന്നതിനെയോ ആണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. പുഷ് അല്ലെങ്കിൽ ഒരു പുൾ. അതായത് ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നമ്മൾ ഒന്നെങ്കിൽ തള്ളും. ഒരു വസ്തു ഇരിക്കുന്നു, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തള്ളുന്നു, ഒന്ന് പുഷ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ വലിക്കുന്നു, പുള്ളി ചെയ്യുന്നു. ഓക്കെ, തള്ളുക അല്ലെങ്കിൽ വലിക്കുക, ഇതിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. പുഷ് അല്ലെങ്കിൽ പുൾ, തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നതിനെയാണ് ബലം എന്ന് പറയുന്നത്. ബലം അളക്കുന്ന യൂണിറ്റ് ഏതാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ന്യൂട്ടൺ ആണ് കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇനി ബലം രണ്ട് തരത്തിലുള്ള ബലങ്ങളുണ്ട്. സമ്പർക്ക ബലവും ഉണ്ട്, സമ്പർക്കരഹിത ബലവും ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ബലമാണ് സമ്പർക്ക ബലം. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ തട്ടുകയോ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇടപെടുമ്പോഴോ ഉണ്ടാകുന്നു. അവിടെ ഒരു ടച്ച് വേണം, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളും തമ്മിൽ ഒരു പരസ്പരം അതിനെ ഒന്ന് തട്ടണം കേട്ടോ. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വരണം, സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ബലം. ഓക്കെ, സമ്പർക്കത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ബലം. അതാണ് സമ്പർക്ക ബലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾക്ക് പറയാം കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ബലമാണ് സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നു, സമ്പർക്കത്തിൽ വരുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ബലമാണ് സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമ്പിൾ നോക്കിയേ, ഒരാള് മേശ തള്ളുന്നു. അപ്പൊ നോക്കിയേ, ആ ആളും മേശയും തമ്മിൽ ഒരു സമ്പർക്കമില്ലേ? മേശയിൽ അയാൾ കൈകൊണ്ട് പിടിക്കുമ്പം ആ മേശയും അയാളും തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വരും അല്ലേ? അപ്പൊ സമ്പർക്ക ബലമാണ്. ഒരാള് മേശ തള്ളുന്നു, കാരണം മേശയിൽ തൊടുമ്പോൾ കൈയും മേശയും തമ്മിൽ സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനു ഉദാഹരണമാണ്? സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. അടുത്ത നോക്കിയേ, ഒരാള് കൈവണ്ടി വലിക്കുന്നു. കൈവണ്ടി വലിക്കുന്ന സമയത്ത് അയാളുടെ കൈയും ആ കൈവണ്ടിയും എന്തിൽ വരുന്നുണ്ട്? കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്, സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തിന് ഉദാഹരണമാണ്? സമ്പർക്ക ബലം. അടുത്ത നോക്കിയേ, ക്രിക്കറ്റ് ബോൾ ബാറ്റ് ചെയ്യുന്നു. ഒരാള് ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് ബോളിനെ അടിക്കുന്നു. അപ്പം ബാറ്റും ആ ബോളും തമ്മിൽ കോണ്ടാക്റ്റിൽ വരത്തില്ലേ? ബാറ്റും ബോളും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നിട്ടാണ് ബോൾ തെറിച്ചു പോകുന്നത്. അപ്പൊ അതും എന്തിന് ഉദാഹരണമാണ്? സമ്പർക്ക ബലത്തിന് ഉദാഹരണം. ഓക്കെ,
അടുത്ത നോക്കിയേ, മാമ്പഴം ഞെട്ടറ്റു താഴേക്ക് വീഴുന്നു. മാമ്പഴം താഴേക്ക് വീഴാൻ എന്തെങ്കിലും കോണ്ടാക്ട് വേണ്ടി വന്നോ? എന്തെങ്കിലും ഒരു കോണ്ടാക്ടോടെ ബലത്തിന് വേണ്ടി വന്നോ? ഇല്ല. ഇതാണ് സമ്പർക്കരഹിതം. അതായത് സമ്പർക്കം ഒന്നും തന്നെ ഇല്ല, പക്ഷെ അവിടെ ഒരു ബലം പ്രവർത്തിക്കുന്നു. നമുക്കറിയാം എല്ലാ വസ്തുക്കളും താഴേക്ക് വീഴാൻ കാരണം എന്താ? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് മാങ്ങ താഴേക്ക് വീഴുന്നത്. ഞെട്ടറ്റ് താഴേക്ക് വീഴാൻ കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അവിടെ എവിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗുരുത്വാകർഷണ ബലമുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് അറിയാം വസ്തുക്കൾ തമ്മിൽ എന്തില്ല? ഒരു കോണ്ടാക്ട് ഇല്ല, അല്ലെങ്കിൽ ഒരു സമ്പർക്കമില്ല. സോ മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു, അവിടെ എന്തില്ല? ഒരു സമ്പർക്കമില്ല. അതൊരു സമ്പർക്കരഹിത ബലമാണ്. കാരണം താഴേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഈ ഗുരുത്വാകർഷണ ബലവും അതുപോലെ തന്നെ ഈ ബലവും ആ ഒരു മാങ്ങയും തമ്മിൽ കോണ്ടാക്ട് വല്ലതും വരുന്നുണ്ടോ? ഇല്ല, ഒരു കോണ്ടാക്റ്റും നടക്കുന്നില്ല. അതായത് ഒരു ബലം ഏർപ്പെടുമ്പോൾ അവിടെ കോണ്ടാക്ട് ഒന്നും ഇല്ല, അവിടെ സമ്പർക്കം ഒന്നും ഇല്ല എങ്കിൽ ഈ ബലത്തെ നമുക്ക് സമ്പർക്കരഹിത ബലമായിട്ട് പറയാം. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം ഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. അപ്പൊ ഇത് സമ്പർക്കരഹിത ബലമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സമ്പർക്കരഹിത ബലം ഏത്? ഓപ്ഷൻ ഡി ആണ്. മാങ്ങ ഞെട്ടറ്റു വീഴുന്നത് സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഊഷ്മാവ്. ഊഷ്മാവിന്റെ മറ്റൊരു പേരെന്താ? താപനില. നമ്മൾ കണ്ടതാണ് അല്ലേ? താപനില എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് എത്ര തണുപ്പുണ്ട്, എത്ര ചൂടുണ്ട് എന്നതിന്റെ അളവാണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? താപനില എന്ന് പറയുന്നത് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജമാണ്. ആവറേജ് കൈനറ്റിക് എനർജിയാണ്. ശരാശരി ഗതികോർജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ്. ഒരു വസ്തുവിന്റെ ശരാശരി ഗതികോർജമാണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ്. അളക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. SI യൂണിറ്റ് എന്തായിട്ട് പറയാം? കെൽവിൻ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നോക്കിയേ, ഈ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് പറയാം താപമാപിനി. ഓപ്ഷൻ സി, തെർമോമീറ്റർ. മലയാളം ടേമും കൂടെ നോക്കി വെച്ചിരിക്കണം കേട്ടോ. താപമാപിനി. ഒരു വസ്തുവിന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ, താപമാപിനി. ഓക്കെ, നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു തെർമോമീറ്റർ കാണില്ലേ? ആ തെർമോമീറ്ററിനെ വിളിക്കുന്ന പേരും കൂടെ നോക്കി വെക്കുക. ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, അപ്പോ താപമാപിനി എന്ന് പറയുന്നത് തെർമോമീറ്റർ ആണ്. നമ്മളെ ലാബുകളിൽ യൂസ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഒരു എനിക്ക് തോന്നുന്നു LDCയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിനിക്കൽ തെർമോമീറ്റർ എത്ര താപനിലയാണ് അളക്കുന്നത്? ഓർത്തു വെക്കണം. 35 ഡിഗ്രി സെൽഷ്യസിനും 42 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലെ താപനിലയാണ് ക്ലിനിക്കൽ തെർമോമീറ്ററുകൾ അളക്കുന്നത്. 35 ഡിഗ്രി സെൽഷ്യസിനും 42 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് ക്ലിനിക്കൽ തെർമോമീറ്ററുകൾ പൊതുവെ അളക്കുന്നത്. അത്ര ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതാ നോക്കിയേ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില അളക്കുന്ന ഉപകരണമാണ് താപമാപിനി അല്ലെങ്കിൽ തെർമോമീറ്റർ. ലാബുകളിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശുപത്രികളിൽ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റീഡിംഗ് ആണ് ഇത് എടുക്കുന്നത്. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവേ. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവേ. അടുത്ത നോക്കിയേ, ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ.
ഓക്കെ, ഹൈഗ്രോമീറ്റർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ എത്ര ആർദ്രതയുണ്ട്. ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താ? ആർദ്രത എന്ന് പറഞ്ഞാൽ എത്രമാത്രം നീരാവിയുണ്ട്, വായുവിലുള്ള നീരാവിയുടെ അളവാണ് ആർദ്രത. ആർദ്രത അളക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, ലാക്ടോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാലിന്റെ ശുദ്ധത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഓക്കെ, പിന്നെ ഒന്ന് ചോദിക്കും ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോയാണ് തിരിയല്ലേ. ഹൈഗ്രോ എന്ന് പറയുമ്പം ആർദ്രത, ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പം ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത അതായത് ഒരു വസ്തുവിന്റെ സാന്ദ്രതയെ ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ടേം ആണ് ആപേക്ഷിക സാന്ദ്രത. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര. അപ്പൊ നമ്മൾ മുകളില് മണ്ണെണ്ണയുടെ സാന്ദ്രത എഴുതും. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 ആണ് ബൈ ജലത്തിന്റെ സാന്ദ്രത. ജലത്തിന്റെ സാന്ദ്രത 1000 ആണ്. ഓക്കെ, അപ്പൊ കട്ടായി പോയി. പിന്നെ 2 0 മാറ്റി നമ്മൾ ഡോട്ട് ഇടുമ്പോൾ 0.81 അല്ലെ. 81/100 എന്ന് പറയുമ്പോൾ 2 0 ഉണ്ട്. 81-നകത്ത് 2 സ്ഥാനം മാറ്റി ഡോട്ട് ഇടണം. 0.81. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ ആപേക്ഷിക സാന്ദ്രത. ഇത്തരത്തിലുള്ള ആപേക്ഷിക സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആർദ്രത. ഇനി മാനോമീറ്റർ. മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ യു ഷേപ്പ് ആയിട്ടുള്ളതാ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുടെ മർദ്ദം അളക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാതകം എടുത്തു കഴിഞ്ഞാൽ വാതകങ്ങളുടെ ഗ്യാസിന്റെ പ്രഷർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. അടഞ്ഞ ഗ്യാസുകളുടെയൊക്കെ, അതായത് അടഞ്ഞ പാത്രത്തിലൊക്കെ ഇരിക്കുന്ന വാതകങ്ങളുടെയൊക്കെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിനകത്തുള്ള ഗ്യാസിന്റെ വാതകത്തിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ളതായിരിക്കും അല്ലെ. ബയോഗ്യാസ് മേക്ക് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ ഈ ബയോഗ്യാസിന്റെ പ്രധാന ഘടകം, അതിനകത്തുള്ള മേജർ ഘടകം ഏതെന്ന് ചോദിച്ചാൽ മീഥെയ്ൻ ആണ് ബയോഗ്യാസിലെ മേജർ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഘടകങ്ങൾ ചേർന്നാണ് ബയോഗ്യാസ് ഉള്ളത്. പക്ഷെ അതിനകത്തുള്ള പ്രധാന ഘടകം ഏത്, മെയിൻ കമ്പോണന്റ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മീഥെയ്ൻ. ബയോഗ്യാസിലെ ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കും. ബയോഗ്യാസിലെ മെയിൻ ഘടകം മീഥെയ്ൻ ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPG ഇല്ലേ, LPGയിലെ മെയിൻ ഘടകം ബ്യൂട്ടെയ്ൻ ആണ്. ബയോഗ്യാസിലെ മെയിൻ ഘടകം മീഥെയ്ൻ ആണ്. LPGയിലെ മെയിൻ ഘടകം ബ്യൂട്ടെയ്ൻ ആണ്. രണ്ടും ഒന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഡൈനാമോയുടെ മറ്റൊരു പേരെന്താ നമ്മൾ പഠിച്ചത്? ഡൈനാമോ ഓർ ജനറേറ്റർ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ. അവരെന്ത് ജനറേറ്റ് ചെയ്യും? എന്താ ജനറേറ്റ് ചെയ്യുന്നത്? ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് വൈദ്യുതിയാണ് അല്ലേ. ഇതെന്താ ഈ ഒരു ഡൈനാമോ അല്ലെ ജനറേറ്റർ എന്ന് പറഞ്ഞത്? ഒരു യന്ത്രമാണ് അല്ലെ. ഒരു യന്ത്രം പ്രവർത്തിച്ച് വൈദ്യുതിയായിട്ട് മാറുന്നു. സോ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഡൈനാമോ. ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഓക്കെ, അടുത്ത നോക്കിയേ, വൈദ്യുതോർജം യാന്ത്രികോർജം നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? ഫാൻ, മിക്സി, TV ഒക്കെ പറയാം. TV, ഫ്രിഡ്ജ്, മോട്ടോർ ഒക്കെ എന്തിനെ എന്താക്കി മാറ്റും? വൈദ്യുത ഊർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റും.
ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ വൈദ്യുതി കൊടുക്കും, നമുക്ക് താപോർജ്ജം കിട്ടും. ഏത് ഉപകരണമാണ്? നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് ഇല്ലേ, ഇലക്ട്രിക് അയൺ, നമ്മുടെ തുണിയൊക്കെ നമ്മൾ തേക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന വൈദ്യുതിയെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇതുപോലെ വേറൊരാളുണ്ട്, നമ്മളുടെ ബൾബില്ലേ, പണ്ട് കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബൾബ്. ഈ ബൾബിനകത്ത് നടക്കുന്ന, ബൾബിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്നത് വൈദ്യുതോർജ്ജമാണ്. ഈ വൈദ്യുതോർജ്ജത്തെ അത് യാന്ത്രികോർജ്ജം, കാരണം ഇതൊരു യന്ത്രമല്ലേ, നമുക്കിങ്ങനെ യാന്ത്രികോർജ്ജം എന്ന് പറയാം. പക്ഷെ ഇത്രയും കൂടെ ആപ്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, വൈദ്യുതോർജ്ജം പ്രധാനമായിട്ടും പ്രകാശ ഊർജവും അതുപോലെ തന്നെ താപോർജവുമായിട്ട് മാറുന്നു. ഓക്കെ, വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജവും താപോർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ ഈ പണ്ട് കാലത്തെ ബൾബിന്റെ ഒരു മെയിൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് താപവ. വൈദ്യുതോർജ്ജം കൊടുക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ കൂടുതൽ ഭാഗം അങ്ങ് താപോർജ്ജമാക്കും. അപ്പൊ എന്ത് ചെയ്യില്ല, പ്രകാശോർജ്ജം നമുക്ക് അത്രയും കിട്ടില്ല, നമുക്ക് ലൈറ്റ് അത്രയും കിട്ടില്ല, കൂടുതലും ഹീറ്റ് ആയിരിക്കും. കാരണം അത്തരത്തിലുള്ള ബൾബ് നിങ്ങൾ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, നമ്മൾ ചെറുതായിട്ട് തൊട്ടുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരിക്കും. കാരണം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 100 ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 80% താപമായിട്ട് പോകും, 20% മാത്രമേ പ്രകാശം കിട്ടൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് പലതരത്തിലുള്ള LED-യും അതുപോലെ തന്നെ LCD ബൾബുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണേൽ ആ ഒരു എക്സാമ്പിൾ എഴുതാം. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ബൾബ്. അത് ഇവിടെ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൗഡ് സ്പീക്കർ ആണ് വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത്. നമ്മുടെ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കില്ലേ, മൈക്കിൽ നടക്കുന്ന ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ മൈക്ക് എടുത്ത് നമ്മൾ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മളൊരു സൗണ്ട് ആണ് കൊടുക്കുന്നത്. നമ്മളൊരു സൗണ്ട് കൊടുക്കും, സൗണ്ട് എനർജി കൊടുക്കും. ഈ മൈക്രോഫോൺ ഈ ശബ്ദത്തെ എന്താക്കി മാറ്റും? അതൊരു വൈദ്യുത ഊർജമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നു. സോ നമ്മൾ കൊടുക്കുന്ന ശബ്ദോർജത്തെ അത് വൈദ്യുതോർജമാക്കി മാറ്റുന്നു. കാരണം നമ്മൾ ശബ്ദോർജം കൊടുത്തു കഴിഞ്ഞാൽ ഈ ശബ്ദോർജം കുറച്ചു കഴിഞ്ഞ് വൈദ്യുതോർജമാക്കി മാറ്റിയാലേ ശബ്ദം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വൈദ്യുതോർജമായിട്ട് മാറ്റുന്നു. ഓക്കെ, പിന്നീടല്ലേ നമുക്കറിയാം, നമ്മൾ ഈ സൗണ്ട് മൈക്കിലൂടെ പറയുമ്പം സ്പീക്കറിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ സ്പീക്കറിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉണ്ടായ വൈദ്യുതോർജം ഇല്ലേ, ആ വൈദ്യുതോർജമാണ് നമ്മുടെ സ്പീക്കറിലോട്ട് വരുന്നത്. എന്നിട്ട് അത് എന്തായിട്ട് മാറും? ഔട്ട്പുട്ടില് ശബ്ദോർജമായിട്ട് മാറും, സൗണ്ട് എനർജി ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ ഇത്രയും? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം ടു വൈദ്യുതോർജം. ഓക്കെ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർ കാന്തം ഏത് ദിശയിൽ നിൽക്കും? അതായത് നമ്മൾ കാന്തങ്ങളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുമ്പം അതിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കറിയാം, ഒരു കാന്തം എന്ന് പറയുമ്പം അതിന് എന്തുള്ള കഴിവുണ്ട്? ചില വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ചും കാന്തികമായിട്ടുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നവരെയാണ് നമ്മൾ കാന്തം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ പല ഷേപ്പിൽ കാന്തം ഉണ്ട്. ഇങ്ങനൊരു ഷേപ്പ് കണ്ടോ, നമ്മളുടെ ഒരു ചതുര ഷേപ്പില്, ഈ ചതുര ഷേപ്പിലുള്ള കാന്തത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർ കാന്തം, ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കും. അപ്പം ഈ ഒരു കാന്തം എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു യു ഷേപ്പില് ഒരു കാന്തം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വൃത്തത്തില് റിംഗ് ഷേപ്പിലുള്ള ഒരു കാന്തം എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ പല ഷേപ്പിലുള്ള കാന്തങ്ങളുണ്ട്. അപ്പൊ ഏതൊരു കാന്തം എടുത്താലും അതിൻ്റെ അടുത്തൊരു കാന്തിക വസ്തു, അതായത് ഈ കാന്തത്തിന്റെ അടുത്തേക്ക് നമ്മളിപ്പോ ഒരു ഇരുമ്പിന്റെ ആണി കൊണ്ടുവരുന്നു. ഇരുമ്പാണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ
എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഈ കാന്തം ഇവരെ ആകർഷിക്കും അല്ലെ. അതായത് കാന്തിക ശക്തിയുള്ള അല്ലെങ്കിൽ കാന്തികതയുള്ള ചില വസ്തുക്കളെ കൊണ്ടുവരുമ്പോഴേ ഇത് ആകർഷിക്കുകയുള്ളൂ. ഇതിൻ്റെ അടുത്ത് നമ്മളൊരു പേപ്പർ കൊണ്ടുവന്ന് ആകർഷിക്കുമോ? ഇല്ല. അതെന്തല്ല? കാന്തിക വസ്തുവല്ല, അത് ആകർഷിക്കില്ല. പക്ഷെ ഏതെങ്കിലും കാന്തിക വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ കാന്തം അവരെ ആകർഷിക്കും. ഓക്കെ, ഇനി ഒരു കാന്തത്തിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഏത് ഷേപ്പുള്ള ഒരു കാന്തമായാലും നമ്മളത് വെറുതെ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ കാന്തം കുറേ നേരം ഇങ്ങനെ നടന്ന് കറങ്ങും, നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കറക്കം നിന്ന് കഴിഞ്ഞാൽ അത് ഏത് ദിശയിലായിരിക്കും നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം നോർത്ത് സൗത്ത്, തെക്ക് വടക്ക് ദിശയിലായിരിക്കും ആ കാന്തം വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ കാന്തത്തിന്റെ നോർത്ത് നിൽക്കുന്നത്, അതായത് നമുക്കൊരു കാന്തം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, കാന്തത്തിന്റെ ശക്തി കൂടിയ കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളുകൾ അല്ലെങ്കിൽ ധ്രുവം കേട്ടോ. ഒരു കാന്തം എടുത്താൽ കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ, അതായത് ഈ കാന്തത്തിനകത്ത് നമുക്ക് ഇവിടെ പല സ്ഥലത്തും ശക്തി വ്യത്യാസമായിരിക്കും. കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടിയ ഭാഗമാണ് നോർത്ത് പോളും സൗത്ത് പോളും, അതായത് വടക്ക് ധ്രുവവും തെക്ക് ധ്രുവവും. ഓക്കെ, അങ്ങനെ രണ്ട് ധ്രുവങ്ങളാണ് എല്ലാ കാന്തങ്ങൾക്കും. ഈ കാന്തത്തിനും രണ്ട് ധ്രുവമുണ്ട്, ഈ കാന്തത്തിനും രണ്ട് ധ്രുവമുണ്ട്. എല്ലാ കാന്തങ്ങൾക്കും രണ്ട് ധ്രുവങ്ങളുണ്ട്. ധ്രുവത്തിന്റെ പ്രത്യേകത അവിടെ കാന്തികത കൂടുതലായിരിക്കും. നമുക്കത് ഇവിടെ നോക്കിയാൽ ഉള്ള കാന്തികതയേക്കാൾ കൂടുതലായിരിക്കും ഈ പോളുകളിൽ നോക്കുമ്പോൾ ഉള്ള കാന്തികത. ഓക്കെ, അങ്ങനെ നോക്കുമ്പം എല്ലാ കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് വടക്ക് ധ്രുവവും ഒന്ന് തെക്ക് ധ്രുവവും. വടക്ക് ധ്രുവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കിലോട്ട് നോക്കുന്ന വടക്കിലേക്ക് സൂചിപ്പിക്കുന്ന ധ്രുവമാണ് വടക്ക് ധ്രുവം. ഇപ്പൊ ഇതാണ് നമ്മുടെ വടക്കെങ്കിൽ ഈ വശത്തുള്ള ധ്രുവം വടക്ക് ധ്രുവം, ഇത് തെക്ക് ധ്രുവം. ഓക്കെ, അപ്പോൾ ഒരു കാന്തത്തെ നമ്മൾ ചുമ്മാതെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാന്തം ഏത് ദിശയിലാണ് വന്ന് നിൽക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെക്ക് വടക്ക് ദിശ. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഒരേ ധ്രുവങ്ങൾ എപ്പോഴും വികർഷിക്കും. അതായത് ഞാൻ ഇപ്പൊ ഒരു കാന്തം എടുത്തിട്ട് ഇവിടെ നോക്കിയേ, ഇത് ഒരു തെക്ക് ധ്രുവം, ഇത് ഒരു തെക്ക് ധ്രുവം, അടുത്തടുത്ത് ഒരേ ധ്രുവങ്ങളല്ലേ വന്നത്. അപ്പൊ ഈ കാന്തം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് വികർഷിക്കും, ഇവര് റിപ്പല്ല് ചെയ്യും, വികർഷിച്ചു പോകും. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സൗത്ത് ധ്രുവവും ഇവിടെ ഒരു നോർത്ത് ധ്രുവവുമാണ് വന്നത് അല്ലെ. ഒരു തെക്ക് ധ്രുവവും വടക്ക് ധ്രുവവും വന്നു. അപ്പൊ ഇത് വിപരീത ധ്രുവങ്ങളല്ലേ, വിപരീതമായിട്ടുള്ള ധ്രുവങ്ങളാണ്. വിപരീത ധ്രുവം വന്നാൽ അവിടെ ആകർഷണമാണ് നടക്കുന്നത്. ഓക്കെ, ഇനിതാ ഇവിടെ വടക്ക് ധ്രുവവും ഇവിടെയും വടക്ക് ധ്രുവം വരുന്നു. അപ്പൊ ഇവിടെയും എന്താ, ഒരേ ധ്രുവങ്ങൾ വരുന്നു. അപ്പൊ ഇവിടെയും എന്ത് തന്നെ നടക്കും? വികർഷണം നടക്കും. അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു മാർക്കാന്തം ഏത് ദിശയിൽ നിൽക്കും? ആൻസർ തെക്ക് വടക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നമ്മളുടെ ബാറ്ററികളിലൊക്കെ, നമ്മുടെ വണ്ടിയിലേക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ് ബാറ്ററികളിൽ യൂസ് ചെയ്യുന്ന ആസിഡുകൾ. ഓക്കെ അല്ലേ? ഓക്കെ, കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏത്? നോക്കിയേ, ഇതിന്റെ ആൻസർ ഹൈഡ്രജൻ ആണ്. കലോറിഫിക് മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇന്ധനം എടുക്കുന്നു, ഇന്ധനം, അതായത് ഇന്ധനം എന്ന് പറഞ്ഞാൽ കത്തുമ്പോൾ ഊർജത്തെ പുറത്തു വിടുന്നവരെയാണ് നമ്മൾ ഇന്ധനം അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ. കത്തുന്ന സമയത്ത് അവരെന്ത് പുറത്തു വിടും? ഊർജത്തെ പുറത്തു വിടും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്ധനം എടുത്ത് കത്തിക്കുകയാണ്. ഓക്കെ, 1 കിലോഗ്രാം ഉള്ള ഒരു ഇന്ധനമാണ് എടുക്കുന്നത്. 1 കിലോഗ്രാം ഉള്ള ഇന്ധനം എടുക്കുന്നു, അതിനെ കത്തിക്കുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എത്രമാത്രം ഊർജം പുറത്തു വരുന്നു എന്ന് നോക്കുന്നു.
ഇതിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. അതായത് ഏതെങ്കിലും ഒരു ഇന്ധനം കത്തിക്കുന്ന സമയത്ത് എത്രമാത്രം ഊർജമാണോ അത് പുറത്തു വിടുന്നത് അതിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. എത്ര ഊർജമാണോ പുറത്തു വിടുന്നത് അതിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. അപ്പൊ നമ്മൾ ഈ ഇവിടെയുള്ള ഇന്ധനങ്ങൾ വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ കത്തുന്ന സമയത്ത് ഏകദേശം 1.5 ലക്ഷം കിലോജൂൾ പെർ കിലോഗ്രാം. അതായത് 1 കിലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം കിലോ ജൂൾ ഊർജമാണ് അത് പുറത്തു വിടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതായത് 1 കിലോ ഹൈഡ്രജൻ കത്തിക്കഴിയുമ്പോൾ 1.5 ലക്ഷം കിലോ ജൂൾ, അതിൻ്റെ കൂടെ കിലോയും കൂടെ ഉണ്ട് കേട്ടോ, കിലോ ജൂൾ ഊർജം അത് പുറത്തു വിടും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യക്ഷമത, കലോറിഫിക് വാല്യൂ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ധനത്തിന്റെ കാര്യക്ഷമതയാണ്. ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയുള്ള ഇന്ധനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഹൈഡ്രജൻ പറയാം. ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയുള്ള ഇന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജനെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ അതിന്റെ പ്രശ്നം? ഹൈഡ്രജനെ നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒക്കില്ല. പിന്നെ ഹൈഡ്രജൻ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഹൈഡ്രജനെ ഒരിടത്ത് നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്. പക്ഷെ ബാക്കി ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അതിന്റെ കലോറിഫിക് വാല്യൂ കൂടുതലാണ്. 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കൂടാതെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാതകമാണ് കേട്ടോ. എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് അത് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. ചില വാതകങ്ങൾ നമുക്കറിയാം അല്ലെ, കത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് നല്ല പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു വാതകമാണ്. പക്ഷെ ഇതിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനുമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സൂക്ഷിച്ചു വെച്ചാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്. പക്ഷെ എല്ലാ ഇന്ധനങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. അതിന്റെ കലോറിഫിക് വാല്യൂ നോക്കി വെക്കുക, 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? അപ്പൊ എന്താണ് സമതല ദർപ്പണം? ഇതാ നോക്കിയേ, നമ്മള് ദർപ്പണം എന്ന് പറയുമ്പോൾ ഏതൊരു ദർപ്പണമായാലും അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രതിഫലനമാണ്. ദർപ്പണങ്ങളിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ പ്രതിഫലനം, റിഫ്ലക്ഷൻ. പ്രതിഫലനമാണ് അവിടുത്തെ പ്രധാന പ്രക്രിയ. അതായത് നമ്മളിത് ഇവിടെ നോക്കിയേ, നിങ്ങൾ ദർപ്പണങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം വരയിട്ട് കാണാം അല്ലെ. വരയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഫലനം നടക്കില്ല. ഇവിടെ ഈ വശത്ത് പ്രതിഫലനം നടക്കില്ല. ഈ സൈഡിലാണ് പ്രതിഫലനം നടക്കുന്നത്. ആ പ്രതിഫലനം നടക്കുന്ന തലം സമതലമാണ്. അവിടെ കുഴിയോ വല്ല ഉണ്ടോ? ഇല്ല, നേരെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ദർപ്പണത്തെ നമുക്ക് വിളിക്കാം സമതല ദർപ്പണം. അതായത് ദർപ്പണത്തിന്റെ ആ പ്രതിഫലന ഭാഗം നേരെയാണ്, സമതലമാണ്, പ്ലെയിൻ ആണ്. അതുകൊണ്ട് ഈ ദർപ്പണത്തെ സമതല ദർപ്പണം എന്ന പേരിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ സമതല ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കണം. നോക്കിയേ, അത് എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ പ്രതിഫലിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം ഇവിടോട്ടൊരു ലൈറ്റ് വന്ന് വീഴുന്നെന്ന് വിചാരിക്കാം. അത് എന്ത് ചെയ്യും? ഇങ്ങോട്ടൊരു ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ലൈറ്റിനെ അത് റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിപ്പിക്കും. ഓക്കെ, എല്ലാ ദർപ്പണങ്ങളും പ്രതിഫലനം ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഗോളീയ ദർപ്പണം എടുത്തോട്ടെ, സമതല ദർപ്പണം എടുത്തോട്ടെ, എല്ലാ ദർപ്പണങ്ങളും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏതെങ്കിലും ഒരു വസ്തു എടുക്കുന്നു അല്ലെ. ഇപ്പൊ ആ വസ്തുവിന്റെ ഇത്രയും നീളമുള്ള വസ്തുവാണ് എടുത്തെങ്കിൽ അതേ നീളത്തിലായിരിക്കും നമ്മൾ വസ്തുവിനെ കാണുകയും ചെയ്യുന്നത് അല്ലെ.
അപ്പൊ നമ്മൾ കണ്ണാടിയെ നോക്കുന്നു, നമ്മൾക്ക് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ തന്നെയായിരിക്കും നമ്മളുടെ ഇമേജും അവിടെ കാണുന്നത് അല്ലെ. നമ്മുടെ പ്രതിബിംബത്തിന്റെ നീളവും വസ്തുവിന്റെ നീളവും ഒരുപോലെയാണ്. അതായത് വസ്തുവിനേക്കാൾ നീളം കൂടിയോ നീളം കുറഞ്ഞോ ആണോ നമ്മൾ പ്രതിബിംബം കാണുന്നത്? നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അത്രയും തന്നെയല്ലേ കണ്ണാടിയെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വസ്തുവിന്റെ ഉയരവും അതുപോലെ നമ്മുടെ പ്രതിബിംബത്തിന്റെ ഉയരവും ഒരുപോലെ ആയിരിക്കും. ഇനി നോക്കിയേ, നമ്മൾ കണ്ണാടിന്ന് 10 മീറ്റർ അകലെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബവും 10 മീറ്റർ അകലെയായിരിക്കും. അതായത് നമ്മളിപ്പോ അത് കണ്ണാടിയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബവും ഒരു സ്റ്റെപ്പ് അല്ലേ മുന്നോട്ട് വെക്കുന്നത്, ഒരു സ്റ്റെപ്പ് അല്ലേ അതിന് മാറ്റം വരുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വെച്ചാൽ നമ്മുടെ പ്രതിബിംബവും ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ടാണ്. അതായത് നമ്മളുടെ കണ്ണാടിയും വസ്തുവും തമ്മിലുള്ള ദൂരവും കണ്ണാടിയും പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും തുല്യമാണ്. ഇനി വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും ഉയരവും അതുപോലെ തന്നെ അവരുടെ ആകൃതിയും എല്ലാം തന്നെ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പാർശ്വ വിപര്യം എന്ന് നടത്തും? സമതല ദർപ്പണങ്ങൾ നടത്തും. അതായത് വലതുവശം ഇടത്തേക്കും ഇടതുവശം വലത്തോട്ടുമായിരിക്കും. നമ്മൾ കണ്ണാടി നോക്കുമ്പം നമ്മുടെ വലതുവശമായിരിക്കും കണ്ണാടിയുടെ പ്രതിബിംബത്തിന്റെ ഇടതുവശം, നമ്മുടെ ഇടതുവശം പ്രതിബിംബത്തിന്റെ വലതുവശവും. അതായത് നമ്മളുടെ ഇടത് വലത്തോട്ടും വലത് ഇടത്തോട്ടുമായിട്ടാണ് നമ്മുടെ പ്രതിബിംബം കാണുന്നത്. ഇതാണ് പാർശ്വവിപര്യം. അതായത് വസ്തുവിന്റെ ഇടതുവശം വലതുവശമായിട്ട് മാറുന്നു, വസ്തുവിന്റെ വലതുവശം ഇടതുവശമായിട്ട് മാറുന്നു. ഈ പാർശ്വവിപര്യം കാണിക്കുന്ന ഒരേ ഒരു കണ്ണാടി എന്ന് പറയുന്നത് സമതല ദർപ്പണമാണ് കേട്ടോ. ഗോളീയ ദർപ്പണങ്ങൾ ആ ഒരു പ്രക്രിയ കാണിക്കുന്നില്ല, പക്ഷെ സമതല ദർപ്പണങ്ങൾക്ക് വിപര്യം ഉണ്ട് കേട്ടോ. പാർശ്വിക വിപര്യം അല്ലെങ്കിൽ പാർശ്വവിപര്യം അത് കാണിക്കും. നോക്കിയേ, പാർശ്വിക വിപര്യം ഉണ്ടാകുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രതിബിംബം എവിടെയാണ് ഉണ്ടാവുന്നത്? കണ്ണാടിക്ക് മുന്നിലാണോ പിന്നിലാണോ? കണ്ണാടിക്ക് പിന്നിലാണ്. അതായത് നമ്മൾ മുന്നിൽ നിൽക്കുന്നു, പ്രതിബിംബം കണ്ണാടിക്ക് പിന്നിലാണ്. പിന്നെ കിട്ടുന്ന പ്രതിബിംബം നേരെയല്ലേ. എപ്പോഴും ഓർക്കുക, നിവർന്നു നിൽക്കുന്ന പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ്. മിഥ്യാപ്രതിബിംബം എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രീനിൽ ഇത് പതിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കിട്ടാത്ത പ്രതിബിംബത്തെ വിളിക്കുന്ന പേരാണ് മിഥ്യാപ്രതിബിംബം. ഓർത്തു വെക്കണം, സമതല ദർപ്പണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതേ സൈസിലും അതേ നീളത്തിലും നിവർന്നാണ് നമ്മളെ കാണുന്നത്. അപ്പൊ നിവർന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും മിഥ്യാപ്രതിബിംബമാണ്. അതൊന്ന് ഓർത്തു വെക്കണേ, മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ, പ്രകീർണനം നടക്കില്ല. പ്രകീർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രിസത്തിലൂടെയൊക്കെ ലൈറ്റ് വരുമ്പം 7 കളറായിട്ട് മാറും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കണ്ണാടിയിലോട്ട് നിങ്ങൾ ഒരു ലൈറ്റിനെ ഇടുന്നു, അല്ലെങ്കിൽ സൂര്യപ്രകാശം വന്ന് കണ്ണാടി തട്ടുന്നു. കണ്ണാടി തട്ടി കഴിഞ്ഞാൽ പ്രതിഫലിച്ചല്ലേ പോവൂ, അല്ലെങ്കിൽ ആ കണ്ണാടി നമുക്ക് 7 നിറങ്ങൾ കാണാൻ പറ്റുമോ? ഇല്ല, പ്രകീർണനം നടക്കില്ല കേട്ടോ. പ്രകാശത്തിന്റെ പ്രകീർണനം ഉണ്ടാകുന്നു. ഇതാണ് തെറ്റായിട്ടുള്ള, ബാധകമല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഇതാണ്, പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമേത്? അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് നമ്മൾ കള്ളനോട്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടുണ്ട് അല്ലെ. കള്ളനോട്ട് ഒക്കെ നമ്മൾ കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഒരു ലായനിയിലൊക്കെ കൈ മുക്കുന്നതൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കിരണം ഏത് എന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് ആണ് കേട്ടോ. അൾട്രാ വയലറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫിൽറ്ററുകളിലൊക്കെ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കിരണം ഏത്? അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജലശുദ്ധീകരണം. കാരണം ഈ ബാക്ടീരിയ ഇതൊക്കെ ഇല്ലാതാക്കാൻ ജലം ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കിരണം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ആണ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കുമ്പോഴാണ് ക്യാൻസർ, നമുക്കറിയാം അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് പതിക്കുന്ന സമയത്താണ് സ്കിന്നിൽ നമ്മൾക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, തിമിരം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ചെടികളിലൊക്കെ മ്യൂട്ടേഷൻ ഉണ്ടാവാനൊക്കെ ഉള്ള റീസൺ എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് രശ്മികളാണ്. ഓക്കെ, ഇൻഫ്രാറെഡ് രശ്മി നമ്മൾ എന്തെന്നാണ് പറയുന്നത്? താപരശ്മി എന്നറിയപ്പെടുന്നു. അതായത് നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ലേ, നമുക്ക് ചൂട് അനുഭവപ്പെടാൻ കാരണം താപരശ്മി എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് രശ്മികളാണ്. റേഡിയോ കിരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TV, റേഡിയോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിന് വേണ്ടി
ടെലികമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന കിരണമാണ് റേഡിയോ കിരണങ്ങൾ. ഓക്കെ, ഇനി എക്സ്റേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനു വേണ്ടിയാ? എക്സ്റേ കിരണങ്ങളൊക്കെ നമ്മളെ ബോണിന്റെ ഒക്കെ നമ്മുടെ എല്ലുകളുടെ ഒക്കെ ഒരു പിക്ചർ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്റേ കിരണങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ? കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അൾട്രാ വയലറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എക്സാമിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് വിഷസ്.